അവന്റെ അമ്മ ശുശ്രൂഷക്കാരോട് അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു. അവന്റെ അമ്മ ശുശ്രൂഷക്കാരോട് അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു. അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യണം. കൽപ്പിക്കുന്നത് ചെയ്യുക. ചെയ്താൽ എന്ത് സിദ്ധിക്കും? അതാണ് ഇന്ന് രാത്രിയിലെ വിഷയം. ഈ വാക്യത്തെ അടിസ്ഥാനമാക്കി ഇന്ന് രാത്രി ശാന്തമായ അന്തരീക്ഷത്തിൽ ദൈവത്തിന്റെ വചനം നമുക്ക് ധ്യാനിക്കാം. അതിന് ദൈവം നമുക്ക് കൃപ നൽകട്ടെ. ഒരിക്കൽ കൂടി നമ്മുടെ കരവും ശബ്ദവും ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. മുകളേറി വിധിച്ചു കൈകാലുകൾ അതിന്മേൽ കുരിശു ചുമന്നവൻ ഗിരിമുകളേറി വിധിച്ചു കൈകാലുകൾ അതിന്മേൽ ശരീരം
നിരുപമ പ്രഭയാനിഞ്ഞിരും പഴന്തോണ്ടി താരിച്ചതും ചെറിയ ദൈവകരുണയിൽ നാവാർണ്യമോ ദൈവകരുണയിൽ നാവാർണ്യമോ ദൈവകരുണയിൽ ഈ നല്ല രാത്രിക്കായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഈ ശുശ്രൂഷയ്ക്ക് എന്നെ ക്ഷണിച്ച പ്രിയപ്പെട്ടവർക്ക് ഒരിക്കൽ കൂടി നന്ദിയും ചൊല്ലുന്നു. പ്രസംഗത്തിന്റെ ഇടയിൽ അല്പസമയമെടുക്കും സ്തോത്ര കാഴ്ചയ്ക്കും. അതിനുശേഷമായിട്ട് തുടർന്നും ദൈവവചനം ശുശ്രൂഷിക്കും. ഇന്ന് രാത്രി കൂടപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ രാത്രികളില് ശക്തരായ ദൈവത്തിന്റെ ദാസിദാസന്മാരെ ദൈവം ഉപയോഗിച്ചു. അതിനായിട്ട് ദൈവത്തിന് മഹത്വം. ഇന്ന് രാത്രി ഇത്രയും പേർക്ക് ഒന്നിച്ചു കൂടുവാൻ ദൈവം സാവകാശവും നൽകി. അതിനായിട്ടും ദൈവത്തിന് മഹത്വം. ഈ രാത്രി വളരെ ലളിതമായിട്ട് ശാന്തമായിട്ട് ദൈവവചനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. അതിനെ അടിസ്ഥാനമായിട്ട് വായിച്ച തിരുവെടുത്ത് എല്ലാവർക്കും മനപാഠമായ ഒരു ഭാഗമാണ് യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം. അതിന്റെ 5-6 വാക്യങ്ങളാണ്. 5-ാം വാക്യം ഒരിക്കൽ കൂടി വായിച്ച് സഹായിക്കണം. അവന്റെ അമ്മ ശുശ്രൂഷക്കാരോട് അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവിൻ എന്ന് പറഞ്ഞു. ഇന്ന് രാത്രി ചിന്തിക്കുന്ന വിഷയം കൽപ്പിക്കുന്നത് ചെയ്യുക. കൽപ്പിക്കുന്നത് ചെയ്താൽ എന്ത് സംഭവിക്കും? സത്യവേദ പുസ്തകത്തിലെ, അതായത് 66 പുസ്തകങ്ങളിലെ പുതിയ നിയമ പുസ്തകങ്ങൾ നമുക്കറിയാം 27 പുസ്തകങ്ങൾ. അതിലെ ആദ്യത്തെ 5 പുസ്തകങ്ങൾ ചരിത്ര പുസ്തകങ്ങളാണ്. ആ ചരിത്ര പുസ്തകങ്ങളെ 2ആയിട്ടാണ് പഠിക്കുന്നത്. ഒന്ന് 4 പുസ്തകം യേശു ക്രിസ്തുവിന്റെ ചരിത്രമാണ്. 5ാമത്തെ ചരിത്ര പുസ്തകം ആദിമ സഭയുടെ ചരിത്രമാണ്. ഈ പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടും പിള്ളേർന്നോടെ ബിസ്ക്കറ്റ് തിന്നുന്നേ, നീ ഏതാ? വിശക്കുന്നുണ്ട? നിങ്ങൾ രണ്ടും അവിടെ പോയിരുന്ന് ബിസ്ക്കറ്റ് തിന്നേച്ചു വാ. പോ, ബിസ്ക്കറ്റ് അവിടെ പോയിരുന്ന് തിന്നേച്ചു വരാൻ. നമ്മുടെ പിള്ളേരായിരിക്കും അല്ലയോ? അപ്പൊ ശ്രദ്ധിക്കുക, അത് ഈ നല്ല സമയത്ത് തന്നെ ഇത് കഴിക്കണമെന്നുള്ളതാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, പുതിയ നിയമത്തിലെ 27 പുസ്തകത്തിലെ ആദ്യത്തെ 5 പുസ്തകം ഓർപ്പിച്ചല്ലോ ചരിത്ര പുസ്തകങ്ങളാണ്. ആ ചരിത്ര പുസ്തകത്തെ 2ആയിട്ടാണ് പഠിക്കുന്നത്. 1ാമത്തെ 4 പുസ്തകം യേശു ക്രിസ്തുവിന്റെ ചരിത്രം. നല്ല ചരിത്രമാണ്, കേൾക്കാൻ കൊള്ളാവുന്ന ചരിത്രമാണ്. നമ്മുടെ ഒന്നും ചരിത്രം എല്ലാവരുടെയും ഒന്നും കേൾക്കാൻ അത്ര, എല്ലാവരുടെയും നല്ല ആരുടെയും കേൾക്കാൻ എല്ലാ ചരിത്രവും നല്ലതല്ല. നമ്മളിപ്പോൾ കേൾപ്പിക്കുന്നതെല്ലാം നല്ല ചരിത്രങ്ങളാണ് കേൾപ്പിക്കുന്നത്. വേറെ എന്തെല്ലാം ചരിത്രം കിടക്കുന്നു. എന്നാൽ യേശു ക്രിസ്തുവിന്റെ ചരിത്രം എല്ലാവർക്കും കേൾക്കാൻ കൊള്ളാവുന്നതാണ്. ഈ ചരിത്രം കേട്ടോണ്ടിരിക്കുമ്പോൾ രോഗശാന്തി ഉണ്ടാകും. ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ടാകും. ഈ ചരിത്രം കേട്ടോണ്ടിരിക്കുമ്പോൾ ആശ്വാസം ഉണ്ടാകും. ഈ ചരിത്രം കേട്ടോണ്ടിരിക്കുമ്പോൾ ഒറ്റ വാക്യം പറയാം, വിടുതലുകൾ നടന്നുകൊണ്ടിരിക്കും. അത്രയ്ക്ക് ശ്രേഷ്ഠമേറിയ വിശേഷപ്പെട്ട ചരിത്രമാണ് യേശു ക്രിസ്തുവിന്റെ ചരിത്രം. അതാണ് 4 പുസ്തകം, മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. ഇപ്പൊ ഞാൻ ഇതിന്റെ ബാലപാഠമാ പറയുന്നത്. നിങ്ങൾ ചിന്തിക്കുക, ഇത് പറയാനാണോ ഇയാള് താമസിച്ചു വന്നത്? അല്ല, ഇതും അറിയാത്ത ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ
നമ്മൾ ഈ കിടന്ന് കൊട്ടുകയും പാടുകയും ബഹളം ഉണ്ടാക്കുമ്പോൾ നാട്ടുകാർ ചെല്ലുമ്പോൾ എന്തുവാന്നോ 2-3 ദിവസമായിട്ട് നിങ്ങളെല്ലാം കൂടെ ഒന്ന് അലക്കുക, ഇതെന്തുവാ? അപ്പം അങ്ങനെ ആർക്കെങ്കിലും ഒരു ചിന്തയോ വിചാരമോ ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കാനായി ഇങ്ങനെ ലളിതമായിട്ട് പറയുന്ന അല്ല. നമ്മുടെ യോഗത്തിൻ്റെ ഉദ്ദേശവും അതാണല്ലോ, നിങ്ങളെ എല്ലാം കൂടെ തുള്ളിച്ച് കണ്ടെത്തി ചാടിക്കാനല്ല. കണ്ടവല്ലയോ? അതാ. പിന്നെ ഇതിൻ്റെ ഉദ്ദേശം ഇതെന്താണ് ഈ 2-3 ദിവസമായിട്ട് ഇവിടെ നടക്കുന്നത്, അതൊന്ന് മനസ്സിലാകണം. അപ്പോൾ ആദ്യം സഭയുടെ ചരിത്രമാണ് അപ്പോസ്തല പ്രവൃത്തി എന്ന പുസ്തകം. അപ്പോസ്തല പ്രവൃത്തി അത് സഭയുടെ ചരിത്രമാണ്. ആദിമ സഭ എന്ന് പറഞ്ഞാൽ കത്തോലിക്ക സഭയല്ല ആണെന്ന് പറഞ്ഞു കിടന്ന് ചാടരുത്. യാക്കോബായ സഭയുമല്ല, ഓർത്തഡോക്സും അല്ല, CMS CSI ആ സഭയൊന്നുമല്ല, മാർത്തോമായുമല്ല. അത് അടുത്ത കാലത്താണല്ലോ ആരംഭിച്ചത്, മാർത്തോമ. പിന്നെ വിവിധ സഭകളുണ്ട്, ലത്തീൻ കത്തോലിക്കര്, കനാനായ കത്തോലിക്കര്, മലങ്കര അതായത് റീത്ത്, പിന്നെ കൽദായ, സുറിയാനി. ഇവരുടെ ആരുടെ ചരിത്രമല്ല ഈ വേദപുസ്തകത്തിൽ പറഞ്ഞേക്കുന്നത്. അപ്പൊ നിങ്ങൾ ചോദിക്കും പെന്തിക്കോസുകാരുടെ, അവരുടെ ചരിത്രമല്ല. അപ്പൊ ചെല്ല് പറയും ബ്രദറുകാരുടെ ചരിത്രമാണോ? അങ്ങനെ ഇല്ല, അവരുടെ ചരിത്രമല്ല. നമ്മളുടെ തന്നെ ഒരു ഗ്രൂപ്പുണ്ട് TPM, അതുങ്ങളുടെ ചരിത്രമല്ല. പിന്നെ ഏത് സഭയുടെ ചരിത്രമാണ്? ഒറ്റ വാക്കിൽ പറയാനേ ഇന്ന് നിവർത്തിയുള്ളൂ. ആ സഭ മറ്റൊന്നുമല്ല, രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടം. അവരുടെ ചരിത്രമാണ് അപ്പോസ്തല പ്രവൃത്തി. അല്ല ഇന്ന് കാണുന്ന ഈ ബോർഡോ ബഹളമോ ബിൽഡിങ്ങോ ഈ സ്ഥാപന ജംഗമ വസ്തുക്കൾ കോടിക്കണക്കിന് ആസ്തിയുള്ള ഒറ്റ സഭകളുടെയും കാര്യമല്ല പറഞ്ഞിരിക്കുന്നത്, രക്ഷിക്കപ്പെട്ട ദൈവജനത്തിന്റെ കാര്യമാണ്. നമുക്ക് ആ ഭാഗത്തേക്ക് ഒക്കുന്നെങ്കിൽ പിന്നെ വരാം. അപ്പോൾ ആദ്യത്തെ 4 പുസ്തകം ഓർപ്പിച്ചല്ലോ, യേശുക്രിസ്തുവിന്റെ ചരിത്രം. അതാ നല്ല ചരിത്രവും. അതില് യേശുക്രിസ്തു, ക്രിസ്തുവേശുവിന്റെ രാജ്യത്വം, മനുഷ്യത്വം, ദാസ്യത്വം, ദൈവത്വം, ഇതാ തെളിയിക്കുന്നത്. നമ്മൾ ഇന്ന് രാത്രി വായിച്ചത് യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്നാണ്. അങ്ങനല്ലയോ തലക്കെട്ട്? 1-ാം അധ്യായത്തിന്റെ തലക്കെട്ട് വായിര്. എന്താ വന്നു? ആദിയിൽ വചനം ഉണ്ടായിരുന്നു. അതാണോ തലക്കെട്ട്? തലക്കെട്ടെന്നതാ ഇടക്കെട്ടെന്നാന്നറിയാൻ മേല. യേശുക്രിസ്തുവിന്റെ ദൈവത്വവും അല്ലെന്ന് യോഹന്നാന്റെ സുവിശേഷം. നമ്മുടെ വീട് എവിടാ? നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടല്ലോ. ഉണ്ട്. എന്നാലും പാവത്താൻ വായിച്ചു തരുന്നു കേട്ടോ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഭാഗ്യമുള്ളവനാ, കാരണം വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യമുള്ളവനാ. വെളിപ്പാട് 1:3. ഇല്ല പുള്ളീനെ അടഞ്ഞു കഴിഞ്ഞ ആകെ കുഴയും. സുധന ഞാൻ കണ്ടില്ല. അവിടെ ഇരിക്കാൻ അന്ന് എല്ലാരും കൈ കണങ്ങിയവരുണ്ടല്ലോ. അപ്പൊ ശ്രദ്ധിക്കുക, തലക്കെട്ട് ഒന്നുകൂടെ ഒന്ന് വായിച്ചേ. യോഹന്നാൻ എഴുതിയ സുവിശേഷം. യോഹന്നാൻ എഴുതിയ സുവിശേഷം. അതുകൊണ്ട് 1-2 കാര്യം സുവിശേഷത്തെ പറ്റി പറയണം. അതല്ലേ അത്യാവശ്യം, അതല്ലയോ? പിന്നെ മകടന്ന് മകളെ ഉണ്ടാക്കിയിട്ട് ഓരോ കുട്ടൻ അമ്മയെ പട്ടി കടിച്ചെന്ന് പറഞ്ഞേച്ച് പോയിട്ട് കാര്യമില്ല. അപ്പോൾ യോഹന്നാൻ എഴുതിയ സുവിശേഷം. എന്നെ കേൾക്കുന്ന പ്രിയരെ, എന്തുവാ ഈ സുവിശേഷം? ഞാനിപ്പം എനിക്ക് തരുന്ന കൃപയ്ക്ക് അനുസരിച്ച് എല്ലായിടത്തും പറയാറുണ്ട്. എന്തുവാ ഈ സുവിശേഷം? ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും മനഃപാഠമാ. അറിയാത്തവരുടെ അറിവിനാ ഒന്നുകൂടെ ആവർത്തിക്കുന്നത്. സുവിശേഷം എന്ന് പറഞ്ഞാൽ മതം മാറ്റുക അല്ല. ഒരു തള്ള നെടുക പറയാ മതം മാറ്റമാണ്, തള്ളക്ക് വട്ട. ഇത് മതം മാറ്റമല്ല. സമുദായക്കാർ ചിലപ്പെടുന്ന സഭ മാറുക, സഭമാറ്റവും അല്ല സുവിശേഷം. വേറെ ചില ആൾക്കാർ ധരിച്ചു പറഞ്ഞ സംഘടന മാറുക, സംഘടന മാറ്റുന്നതുമല്ല സുവിശേഷം.
ചില ആൾക്കാരുടെ ചിന്ത ഇതുങ്ങളെല്ലാം കൂടെ അങ്ങ് അലപ്പുറ ഉണ്ടാക്കുക, അയ്യോ പൊത്തോ ഓടി വായോ, അങ്ങനെ പുറത്തുള്ളവർക്ക് തിരിയുന്നു. പണ്ട് ഞങ്ങളുടെ ഒരു സഹോദരി ഉണ്ടായിരുന്നു, മറുഭാഷ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം കൊച്ചുമോക്ക് ഇതൊന്നും അറിയാൻ മേല. അവളിങ്ങനെ കുറച്ചു നേരം കേട്ടിരുന്നപ്പോൾ അവൾക്ക് പിടി കിട്ടുന്നില്ല. അവൾ ചെന്ന് അവിടെ അമ്മ വല്യമ്മയായി മറുഭാഷ പറയുന്നത് ആത്മാവിതറയ്യ. ഇപ്പോൾ കുറച്ചു നേരം കേട്ടു നിന്നു, ഒന്നും പിടി കിട്ടുന്നില്ല. അവൾ ചെന്ന് അവിടെ അമ്മയോട് പറഞ്ഞു, അമ്മച്ചി എന്തുവായിരുന്നു പറയാൻ. അപ്പൊ അവള് ചോദിച്ചാ അവിടെ അമ്മ അടുക്കള എന്തുവാടി? ഓ അവിടെ ഇരുന്ന് പറയുന്നു എന്തുവാടി? ഓ അമ്മച്ചി അവിടുന്ന് പറഞ്ഞു, ആരാ റൗഡി? നീ ആ റൗഡി, ഞാനാ റൗഡി. അപ്പൊ ഇവക്ക് കൊച്ചുമോക്ക് തിരിയുന്നതെല്ലാം റൗഡി. അപ്പൊ ചോദിച്ചു ആരാ റൗഡി എന്ന് അവളും ചോദിക്കുക. അപ്പൊ ചില ആൾക്കാർക്ക് അങ്ങനെ ഇതൊന്നും തിരിയുന്നില്ല. ഇതെന്ത് വന്നോ ഇതുങ്ങളെല്ലാം കൂടെ സന്ധ്യയാകുമ്പോ അങ്ങ് അലപ്പറയാ. മനുഷ്യന്റെ സ്വൈര്യം കെടുത്തുന്നതല്ല സുവിശേഷം. അല്ല സഞ്ചാര സ്വാതന്ത്ര്യത്തിന് ഹാനി വരുത്തുന്നതുമല്ല സുവിശേഷം. അങ്ങനെയൊക്കെ ഇപ്പൊ നടക്കുന്നുണ്ട്. പെട്ടെന്ന് നമ്മളെ യാത്ര ചെയ്യുമ്പോൾ റോഡ് അങ്ങ് ബ്ലോക്ക്. ആക്സിഡന്റ് അല്ല, മറ്റു പല കാര്യങ്ങൾക്ക് വേണ്ടി ബ്ലോക്ക് ചെയ്യുക. ഏതൊരു പൂഞ്ഞാന് പൊടിവീശ പിരിച്ചും തിരിച്ചു വിടുക. അവനെ നിപ്പും നോട്ടവും കണ്ടാ ഓർക്ക് ഇവന്റെ വെമ്പളയ്ക്ക് ശ്രീധരൻ കിട്ടിയതാ MC റോഡ്. നിങ്ങൾക്ക് എന്നെ പേടിയാണോ? റോഡൊക്കെ അങ്ങ് ബ്ലോക്ക് ചെയ്യുക, സഞ്ചാര സ്വാതന്ത്ര്യത്തെയും ഹനിക്കുക. അപ്പോൾ മനുഷ്യന്റെ സഞ്ചാരത്തിന് കോട്ടം വരുത്തുന്നതല്ല, മതം മാറ്റുന്നതല്ല. മാത്രമല്ല സുവിശേഷം അപരന്റെ പെടലി എടുത്തുകൊണ്ട് വാ വത്സാ നിന്നെ ഞാൻ സംപ്രീതൻ, അത് പറയുന്നതല്ല സുവിശേഷം. ഇവിടെ ഞങ്ങൾ മാത്രം ജീവിച്ചാൽ മതി, മറ്റുള്ളവരെല്ലാം കെട്ടുകടയെടുത്ത് പൊക്കോ എന്ന് പറയുന്നതുമല്ല സുവിശേഷം. മറ്റൊരുത്തിനെ കുത്തിക്കൊന്നേച്ചു വാ, അവനെ തട്ടിയേച്ചു വാ, അവൻ സ്വർഗത്തിൽ പ്രതിഫലം ഉണ്ടെന്ന് പറയുന്നതല്ല സുവിശേഷം. പിന്നെന്തുവാ സുവിശേഷം? ഒറ്റ വാക്യം പറയാം, സുവിശേഷം യേശുക്രിസ്തു. വായിച്ചോ തിമോഥെയോസിന്റെ 2-ാം ലേഖനം 2-ാം അധ്യായം 8-ാം വാക്യം. ഇതൊക്കെ അറിവുള്ള വാക്യമാ, എങ്കിലും ഒന്ന് വായിച്ചു സഹായിച്ചോ. തിമോഥെയോസിന്റെ 2-ാം ലേഖനം 2-ാം അധ്യായം 8-ാം വാക്യം വായിച്ചോ. അതെ, ഫാൻ കറങ്ങുന്നത് കൊണ്ട് ആ താള് പറയുന്നത് ഫാൻ നിർത്ത, അത്ര പുകച്ചില്ലാന്നോ? നിർത്തേ. വായിച്ചു 2-8. ദാവീദിന്റെ സന്തതിയായി ജനിച്ചു മരിച്ചു. നമ്മുടെ പേര് ഞാനങ്ങ് മറന്നുപോയി. പേരെന്തുവായിരുന്നു? ബിജു. നല്ല പേരാ, ബിജു. വായിത് ബിജു. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. അതാകുന്നു എന്റെ സുവിശേഷം. ഒന്നുകൂടെ ആവർത്തിക്കാം, മതം മാറ്റമല്ല സുവിശേഷം, സഭ മാറ്റുന്നതല്ല സുവിശേഷം, സംഘടന മാറുന്നതല്ല സുവിശേഷം, സ്വൈര്യം കെടുത്തുന്നതല്ല സുവിശേഷം, മറ്റുള്ളവനെ പ്രകരിക്കുന്നതല്ല സുവിശേഷം, ഒരുത്തനെ കൊന്ന് മുടിക്കുന്നതല്ല സുവിശേഷം, മറ്റുള്ളവരെ നശിപ്പിക്കുന്നതല്ല സുവിശേഷം. സുവിശേഷം ഒരു വ്യക്തിയാണ്, അത് മറ്റാരുമല്ല, നസറേയനാകുന്ന യേശുക്രിസ്തു. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് എങ്ങനെയാ ബിജു മരിച്ചിട്ട്? അല്ല മരിച്ചിട്ടെന്ന് പറഞ്ഞു കുത്തും കോമായി വിട്ട് നിർത്തിയോ ബിജു? ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ശുഭം, അങ്ങനെയാണോ? ജനിച്ചു മരിച്ചിട്ട് ചേർത്ത് പറയണം, യേശുക്രിസ്തുവിനെ ഓർത്തു. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ശുഭം, അങ്ങനല്ല, ജനിച്ചു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു. അതാണ് സുവിശേഷം. ഒന്നുകൂടെ തെളിച്ചു പറഞ്ഞാൽ എന്തുവാ ഈ സുവിശേഷം? ഒന്നുകൂടെ ഒരു അല്പവും കൂടെ ഒരു ചെറിയ വിശദീകരണം തന്നാൽ, കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം. ഇന്ന് ബിജു വാക്യം വായിച്ചു പാട് വരും, എന്നാലും ദൈവം അനുഗ്രഹിക്കട്ടെ. വായിച്ചു. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ന്റെ 3. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി, യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തിൻ പ്രകാരം മരിച്ചു അടക്കപ്പെട്ടു. തിരുവെഴുത്ത് പറഞ്ഞതുപോലെ മരിച്ച് അടക്കപ്പെട്ട് തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. അതാ സുവിശേഷം. അപ്പൊ എന്താ സുവിശേഷം? യേശു ക്രിസ്തു.
അത് എന്തുവാന്ന് ഒരു അല്പം കൂടെ വിശദീകരണമാ. യേശുക്രിസ്തുവിന്റെ ഞാനിങ്ങനെ അങ്ങ് ചേർത്ത് പറയുക, യേശുക്രിസ്തുവിന്റെ ജനനം, യേശുക്രിസ്തുവിന്റെ മരണം, യേശുക്രിസ്തുവിന്റെ അടക്കം, യേശുക്രിസ്തുവിന്റെ ഉയർപ്പ്, അതാ സുവിശേഷം. ഈ യേശു സുവിശേഷം വാക്കിന് അർത്ഥമുണ്ട്, നല്ല വർത്തമാനം, ഇല്ലയോ? അല്ലെ, നല്ല സത്വർത്തമാനം, ഇല്ലയോ? നല്ല വാർത്ത. ഇംഗ്ലീഷിൽ എന്തുവാ? ഗുഡ് ന്യൂസോ? ഒരു ഇംഗ്ലീഷ് ഇരിക്കട്ടെ, ഗുഡ് ന്യൂസ്, ഇല്ലയോ? നല്ല വാർത്ത, അല്ലേ? നല്ല വാർത്ത, ഗുഡ് ന്യൂസ്, നല്ല വാർത്ത. അതിനാ കേൾക്കുന്ന വാർത്തയൊന്നും നല്ലതല്ല. ഉന്നതനായ ഒരു ബിസിനസ്സുകാരൻ വെടിവെച്ച് നല്ല വാർത്തയാണോ? അല്ല. ചിലർക്ക് നല്ല വാർത്തയായിരിക്കും, മനസാക്ഷി മനസ്സുള്ളവന് നല്ല വാർത്തയല്ല. അല്ല. അടുത്ത സമയത്ത് ആ മഹാരാഷ്ട്രയിലെ ചുമതലപ്പെട്ട പാർട്ടിയുടെ ആള് ഹെലികോപ്റ്ററിന്റെ അപകടത്തിൽ നല്ല വാർത്തയാണോ? അല്ല. 10 മാസം നൊന്ത് പ്രസവിച്ച പിള്ളേരെ 2 ഇട്ടേച്ച് ഇഷ്ടപ്പെട്ടവന്റെ കൂടെ, മൊബൈലിൽ പരിചയപ്പെട്ടവന്റെ കൂടെ അവൾ അങ്ങ് പോയി, നല്ല വാർത്തയാണോ? അവർക്ക് നല്ലതായിരിക്കും, ആണോ? അല്ല. ജനിപ്പിച്ച പിള്ളേരെയും സ്നേഹിച്ച ഭാര്യയെയും വെട്ടിക്കൊന്ന് ഭർത്താവ്, നല്ല വാർത്തയാണോ? അല്ല. അമ്മായിയമ്മയുടെ തലയ്ക്ക് ചരവത്തടി എടുത്ത് അടിച്ചു, നല്ല വാർത്തയാണോ? ചിലക്ക് നല്ലതാ. ചില പറയാം ഒന്നുകൂടെ അടിക്കാൻ മേലായിരുന്നു. ഹൃദയമുള്ളവർക്ക്, മനസാക്ഷിയുള്ളവർക്ക് ഇതൊന്നും നല്ല വാർത്തയല്ല. ജാതി സ്പർദ്ധ നല്ല വാർത്തയാണോ? മതത്തിന്റെ പേരിൽ അടികൂടുന്നു, നല്ല വാർത്തയാണോ? ഞങ്ങൾ ഹിന്ദുക്കള്, നിങ്ങൾ ക്രിസ്ത്യാനികള്, അവര് മുസ്ലിങ്ങള്, മറ്റവര് ബുദ്ധൻ, ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും കൊമ്പ് കൊടുക്കുക, നല്ല വാർത്തയല്ല. അപ്പൊ ഇവിടെ കേൾക്കുന്ന വാർത്ത എല്ലാം അസ്വസ്ഥത ഉണ്ടാക്കുന്ന വാർത്തകളാണ്, നല്ല വാർത്തയല്ല. പണ്ട് ഞാന് സ്കൂളിൽ പഠിച്ച ഒരു പദ്യത്തിന്റെ വരിയുണ്ടായിരുന്നു. അത് ഉണ്ണായി വാര്യര് നളചരിതം എഴുതി. ഉണ്ണായി വാര്യരുടെ നമ്മള് 10ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. അപ്പം ഈ പൂന്തോട്ടത്തിൽ കൂടെ ദമയന്തി അങ്ങോട്ട് പോയപ്പോൾ അരയന്നം മേളിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നു. അത് കവിയുടെ ഭാവനയാ. മിന്നൽ കൊടികിറങ്ങി വരികയോ, വിധുമണ്ഡലം ഇറങ്ങി ക്ഷതിയിൽ പോരികയോ സ്വർണ്ണവർണ്ണ. ഞാനിത് ചൊല്ലിയ ബുദ്ധിമുട്ടാണ്, കാരണം ഇവിടെ വലിയ പ്രഗത്ഭന്മാരുണ്ട്. കഥകളി കൊടമാളൂര്. അതുകൊണ്ട് ഞാൻ ഒന്നും മിണ്ടുന്നേ ഇല്ല, അത് പറയാൻ പോലും ഞാൻ ആളല്ല. എങ്കിലെ വരി ഇങ്ങനെ: മിന്നൽ കൊടികിറങ്ങി വരികയോ, വിധുമണ്ഡലം ഇറങ്ങി ക്ഷതിയിൽ പോരികയോ സ്വർണവർണ്ണമാനം പറന്നിങ്ങി വരികയോ കണ്ണുകൾക്കിത് നല്ല പിയൂച്ചരികയോ. അപ്പൊ അരയന്റെ മേളിൽ ഇങ്ങോട്ട് വന്നപ്പം ഇതുപോലെ കണ്ണുകൾക്ക് നയനാനന്ദം. അപ്പം ഈ അരയന്നം ദൂതുമായിട്ടാ വരുന്നത്. അപ്പൊ ഈ സഹോദരി ദമയന്തി കൂട്ടുകാരോട് പറഞ്ഞു, സഖിമാരെ നമുക്ക് ജനകമാർഷയെ ചെല്ലാം, മതി, ഇവിടുത്തെ പരിപാടി മതി. എല്ലാം ചൊല്ലുന്നില്ല. അപ്പൊ അതിലൊരു വരിക: ചലതള്ളി ചെങ്കാരം ചെവികളിൽ അങ്കാരം കോകില കൂചിതങ്ങൾ കൊടിയ കർണശൂലങ്ങൾ കുസുമസൗരഭം നാസാകുകരതരദൈരിപം അതിദുഃഖ കാരണം ഇന്ന് ആരാമ സഞ്ചാരണം. അപ്പോൾ ഈ ചലതളി ചെങ്കാരം ചെവികളിൽ അങ്കാരം കോകില കൂജിതങ്ങൾ കൊടിയ കർണശൂലങ്ങൾ. ഈ കോകിലത്തിന്റെ കുജിലിന്റെയും ഈ മറ്റ് വണ്ടിന്റെയും മറ്റ് പക്ഷികളുടെ ഒക്കെ ഈ ശബ്ദം ചെവിക്കകത്തോട്ട് കുന്തം തുളച്ചു ചെല്ലുന്നത് പോലെ കോകില കൂജിതങ്ങൾ കൊടിയ കർണശൂലങ്ങൾ മാത്രമാണോ കുസുമ സൗരഭം നാസാകുകരസരസൈരിപം. ഈ പൂക്കളുടെയൊക്കെ മണം
അത് നാസാമുഖരം, ഈ മൂക്കിനകത്തോട്ട് തുളച്ച് വലിയ അസ്വസ്ഥത. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വിട്ടുപോകാം. ഞാനത് കടമെടുത്തത് ഇവിടുത്തെ വാർത്തകൾ മുഴുവൻ ഉണ്ണായി വാര്യര് പറഞ്ഞതുപോലെ ചെവിക്കകത്തോട്ട് കുന്തം കൊണ്ട് കുത്തി തുളച്ച് അവൻ മനുഷ്യനെ വേദനപ്പെടുത്തുന്ന, അസ്വസ്ഥതപ്പെടുത്തുന്ന, ഭീതിപ്പെടുത്തുന്ന വാർത്തകളും ന്യൂസുകളാ കണ്ടോണ്ടും കേട്ടോണ്ടും ഇരിക്കുന്നത്. എന്നാൽ ഇതിന്റെ നടുവിൽ സുഖമുള്ള വാർത്ത, നല്ല വാർത്ത, കേട്ടിരിക്കാൻ പറ്റുന്ന വാർത്ത, കേൾക്കുമ്പോൾ വിടുതൽ നടക്കുന്ന വാർത്ത, കേൾക്കുമ്പോൾ ആശ്വാസം ലഭിക്കുന്ന ഒരേ ഒരു വാർത്ത, അത് സുവിശേഷമാണ്. നല്ല വാർത്തയാ, ഗുഡ് ന്യൂസ്. ഗുഡ് ന്യൂസ് അല്ലേ? നല്ല വാർത്ത. ഈ വാർത്ത എല്ലായിടത്തും അറിയിക്കണം, എല്ലായിടത്തും അറിയിക്കണം. സകല ജാതികളുമായുള്ളവരെ ഇത് കേൾക്കണമെന്ന 49 ഒന്ന് വായിച്ചേ. സങ്കീർത്തനം, ബിജു ബ്രദറെ, സങ്കീർത്തനം 49 അറിവുള്ള വാക്യമെങ്കിലും വായിച്ചോ. ഈ വായിപ്പിക്കുന്ന എന്തിനാന്ന് ചോദിച്ചാൽ, ചില ആൾക്കാർ, പുറത്തുള്ളവരല്ല, നമ്മുടെ ഇടയിലെ കുറെ വിദ്വാൻമാര് പറയാറുണ്ട്, അയാൾ വായി വരുന്നതെല്ലാം പറഞ്ഞു വെച്ച് പോകുമെന്ന്. അപ്പൊ ഈ വായി വരുന്നത് എന്നതാണ് വായിപ്പിക്കുന്നത്? വേണ്ടായോ? അല്ല, ഇന്നും പറയും അയാളുടെ വായി വരുന്ന പറഞ്ഞു വെച്ച്. അപ്പം വായി വരുന്നത് എന്നതാന്നാ വായിപ്പിക്കുന്ന. വായി 49 ഒന്ന് കിട്ടിയില്ല ഇതുവരെ. സകല ജാതികളുമായുള്ളവരെ, സകല ജാതികളുമായുള്ളവരെ ഇത് കേൾപ്പി. എല്ലാവരും ഇത് കേൾക്കണം. ഏതാ ഈ നല്ല വാർത്ത? എല്ലാവരും കേൾക്കണം. അതല്ലയോ ഗുഡ് ന്യൂസ്? ന്യൂസ് അത് എനിക്ക് ആംഗലേയ ഭാഷ വലിയ ഭാഷ വശമില്ല. ന്യൂസ്, ബിജു സ്പെല്ലിംഗ് പറ. ന്യൂസിന്റെ NEWS, N നോർത്ത്, ഈസ്റ്റ്, പിന്നെ വെസ്റ്റ്, സൗത്ത് എന്ന് പറഞ്ഞാൽ വടക്കും തെക്കും കിഴക്കും പടിഞ്ഞാറും കേൾക്കേണ്ട വാർത്തയാ സുവിശേഷം. എല്ലാവരും ഇത് കേൾക്കണം. വാരിശ്ശേരിക്കാരും കേൾക്കണം. പക്ഷെ നമ്മുടെ ആൾക്കാർ കേൾപ്പിക്കുകയല്ല. ഇവിടെ തന്നെ മൈക്ക് അവിടെ വന്നിട്ട് തന്നെ തിരിയുന്നില്ല, കേൾപ്പിക്കുകയല്ല. അതേസമയം മറ്റ് ചില ആൾക്കാരെ ശ്രദ്ധിച്ച് എല്ലാ പോസ്റ്റേലും വെച്ചിട്ടുണ്ട്. 3 കിലോമീറ്റർ എന്നാലും കേൾക്കാറുണ്ട്. അവരെ ഓർത്ത് അഭിനന്ദിക്കുന്നു. നമ്മുടെ ഇതുങ്ങള് എന്ത് ചെയ്താൽ എനിക്ക് ആ കാര്യത്തിൽ തിരുവനന്തപുരം സൈഡിൽ പോകുന്നതാണ് ഇഷ്ടം. നന്നായിട്ട് കേൾപ്പിക്കും. അതെ ഇല്ലേ? നിങ്ങളവിടൊക്കെ പാട്ട് അവിടെ കേൾപ്പിക്കും. ഇവിടെ നമ്മൾ കേൾപ്പിക്കുകയാണ്. ഇതിനകത്തിരിക്കുന്നവർ തന്നെ എനിക്ക് കേൾക്കുന്നുണ്ടോ എന്നുള്ളതാ ഇവിടുത്തെ കാര്യമല്ല. നമ്മുടെ ഈ മധ്യ തിരുവിതാംകൂറിൽ അങ്ങനെയാ. എങ്ങനെയും ഇതൊന്നും നടത്തിയാച്ചേ വല്ല ചാതി പൊടിയും തട്ടി പോയി 2 ഉണക്ക ചപ്പാത്തി നിന്നേച്ച് വേണ്ട മാത്രം മലക്കുന്ന, അതിനായി കുത്തിയിരിക്കുന്നത്. കേൾപ്പിക്കുകയല്ല. പക്ഷേ എന്നെ കേൾക്കുന്ന പ്രിയരെ, ഇത് എല്ലാവരെയും കേൾപ്പിക്കണം. നിങ്ങൾ രണ്ടും കൂടെ ഞാൻ കേൾപ്പിക്കുകയല്ലെന്നാണോ? മോനെ കേൾപ്പിക്ക്, എല്ലാരെയും കേൾപ്പിക്കണ്ടെന്നാണോ പറഞ്ഞേ? അതാ ഞാനും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിന് മഹത്വം. അതന്നെ, ഇത് കേൾക്കേണ്ട വാർത്തയാ. ഇത് കേട്ടാൽ നിനക്ക് ആശ്വാസവും വിടുതലും ഉണ്ടാക്കുന്ന വാർത്തയാ. മറ്റു വാർത്തകളൊക്കെ അലോരസപ്പെടുത്തുമ്പോൾ, അസ്വസ്ഥത ഉണ്ടാക്കുമ്പോൾ, എന്റെ പ്രിയരെ, നല്ല വാർത്ത, ചൊവ്വുള്ള വാർത്ത, സത്വർത്തമാനം, അത് സുവിശേഷമാണ്. ഇതെവിടെയും ഉയർത്താം. എങ്ങും പുകഴ്ത്തുവിൻ സുവിശേഷം. മംഗള ജയ ജയ സന്ദേശം. എങ്ങും പുകഴ്ത്തുവിൻ സുവിശേഷം. മംഗള ജയ ജയ സന്ദേശം. ആട്ടെ, എല്ലായിടത്തും മോനെ സമയമില്ലാത്തതുകൊണ്ട് അങ്ങ് കുറച്ചതാ കേട്ടോ. മോനത് തൊടുമ്പോ ഞാൻ നിർത്തും. മോനോട് വൈരാഗ്യം ഉണ്ടായിട്ടില്ല, സമയത്തെയും കൂടെ കണക്കിലെടുത്താണ്. അപ്പൊ ശ്രദ്ധിക്കുക, സുവിശേഷം നല്ല വാർത്തയാ. ഇതെല്ലാരും കേൾക്കണം. ദൈവത്തിന് മഹത്വം. അതാ നല്ല വാർത്ത, സുവിശേഷം. ഈ സുവിശേഷത്തിന് ധാരാളം വിശേഷതയുണ്ട്. സുവിശേഷത്തിന്റെ വിശേഷത ഒത്തിരി ഉണ്ട്, എല്ലാം പറയാൻ നേരമില്ല. സുവിശേഷത്തിന്റെ വിശേഷത എന്തുവായി? സുവിശേഷത്തിന്റെ വിശേഷത ഒന്ന്, ഈ സുവിശേഷത്തിന്റെ വിശേഷത വായിച്ചേ മോളെ, ബിജു ബ്രദർ വായിച്ചേ. റോമാലേഖനം അറിവുള്ള വാക്യമാ, 1-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം. ഇതെല്ലാം മനപ്പാടമാ, എന്നാലും വായിച്ചോ. റോമർ 1:16.
സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും ആദ്യം യഹൂദനും പിന്നെ യവനനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നവൻ. അപ്പൊ ഒറ്റ വാക്കിൽ പറയാ, സുവിശേഷത്തിന്റെ വിശേഷത ഇത് രക്ഷിക്കുന്ന മാർഗമാണ്. രക്ഷയ്ക്കായി ദൈവശക്തി. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, രക്ഷിപ്പാൻ കഴിവുള്ള മാർഗമാണ് സുവിശേഷം. രക്ഷിക്കും, രക്ഷിക്കും, നിന്നെ രക്ഷിക്കും, നിന്റെ കുടുംബത്തെ രക്ഷിക്കും. ആമേൻ. ഇന്ന് രാത്രി നിന്നെ രക്ഷിക്കുവാൻ കഴിവുള്ള മാർഗമാണ് സുവിശേഷം. ഈ സുവിശേഷം നിന്നെ രക്ഷിക്കും. പക്ഷെ ഒരു കാര്യം കൂടെ തെളിച്ചു പറയാം, ഈ രക്ഷ പ്രാപിക്കാൻ ഒന്നും കൊടുക്കണ്ട, ഒന്നും കൊടുക്കണ്ട. മതങ്ങളെല്ലാം പഠിപ്പിക്കുന്ന കൊണ്ടുവാ കൊണ്ടുവാ കൊണ്ടുവാന്ന. പക്ഷെ സുവിശേഷം പറയാ ഒന്നും വേണ്ട, നിന്നെ തന്നാ മതി. കയ്യിലൊന്നും വേണ്ട, നിന്നെ അങ്ങ് കൊടുത്താൽ മതി. സുവിശേഷം നിന്നെ രക്ഷിക്കും, എല്ലാവരും രക്ഷിക്കും. അതിന് 5 പൈസ കൊടുക്കണ്ട, അര കാശ് കൊടുക്കണ്ട, അര മൈൽ നടക്കണ്ട, ഭൗതിക വസ്തുക്കളൊന്നും കൊണ്ട് കൊടുക്കണ്ട. അരി വേണ്ട, തുണി വേണ്ട, മണി വേണ്ട, ഗിണി വേണ്ട, ഏത്തക്ക വേണ്ട, പൂവങ്കല വേണ്ട, അരി വേണ്ട, പൊരി വേണ്ട, ഒന്നും വേണ്ട. തുണി വേണ്ട, വസ്തു കൊടുക്കണ്ട, കോഴിയെ കൊടുക്കണ്ട, താറാവിനെ കൊടുക്ക, ഒന്നും വേണ്ട. ആട് വേണ്ട, ആട് വേണ്ട, മാട് വേണ്ട, കാട് വേണ്ട, ഒന്നും വേണ്ട രക്ഷിക്കാനേ. അല്ല അതിന് ഇവിടെ ഇതുവല്ലോ അങ്ങോട്ട് കൊടുത്താൽ ഏക്കുവോ? അതിന് ഉണ്ടാകട്ടെന്ന് പറഞ്ഞപ്പോ മുഴുവനും ഉണ്ടാക്കിയവനാ പുള്ളി. ആ പുള്ളിക്കാരനോ നിന്റെ? അല്ല, പ്രവാചകൻ ചോദിക്കുക എന്തോന്നും കൊണ്ട് അങ്ങോട്ട് ചെല്ലുന്നത് വല്ല ഗുണമാകും? വായിച്ച മീഖ 6:6 വായി ബിജു. മീഖ 6:6 അവിടെ ആണോ മീഖ? അത് ഉൽപ്പത്തി പുറപ്പാടല്ലേ എന്റെ ബിജു? മീഖ ഇപ്പൊ ഇല്ലേ? കിട്ടുന്നില്ലേ? സാവിച്ചാൻ വായിച്ചാൽ പുള്ളി തപ്പിയെടുക്കുമ്പോ സമയം. എന്തോന്നുകൊണ്ട് ഞാൻ യഹോവയുടെ സന്നിധിയിൽ ചെന്ന് അത്യുന്നത ദൈവത്തിന്റെ മുൻപാകെ കുമ്പിടേണ്ടു? ഞാൻ ഹോമയാഗങ്ങളോടും 1 വയസ്സ് പ്രായമുള്ള കാളക്കിടാങ്ങളോടും കൂടെ അവന്റെ സന്നിധിയിൽ ചെല്ലണമോ? നിർത്തിക്കേ. ദൈവത്തിന്റെ മഹത്വം വിജുന് കിട്ടിയല്ലോ. കിട്ടിയോ? മൈക്ക് കൂടെ വായിക്കുന്നതാ. സാവിച്ചാൻ പെട്ടെന്ന് വായിച്ചത് കൊണ്ടങ്ങ് മൈക്ക് കൊടുത്തതാ. മൈക്ക് കൂടെ വായിക്കുന്ന നല്ലത്. ഇവിടെ വായിക്കുകയാണ്, എന്തോന്നും കൊണ്ട് ഞാന് ദൈവത്തിന്റെ സന്നിധിക്ക് ചെല്ലുവെന്ന്. അതാ ഞാൻ പറഞ്ഞത്, നീ ഒന്നും കൊണ്ടുവന്നിട്ട് ഏക്കുകയല്ല. ഒറ്റ വാക്ക് കൊണ്ടായി കാണുന്ന സകലത്തെ നിർമ്മിച്ചവൻ അല്ലേ? 9 കോടിയോടും 30 ലക്ഷം മൈൽ അമ്പരക്കുമാർ അകലത്തിലാണ് അസ്കരൻ. പ്രേക്ഷകർ എണ്ണീട്ടുള്ള നക്ഷത്രം ആകമാനം സൂക്ഷ്മമായി 60 കോടി അന്നെണ്ണിയപ്പം. ഇപ്പൊ പിന്നെ എണ്ണിക്കൊണ്ടിരിക്കുക. കണ്ടുപിടിക്കാത്ത എത്രയോ നക്ഷത്ര കൂട്ടമാ ഇപ്പോഴും മുദ്രയിട്ട് വെച്ചിരിക്കുക. അതൊക്കെ മണ്ഡലത്തിലെ ഒറ്റ ഒരുത്തം കണ്ടിട്ടില്ല. ഇവിടെ ഏതായാലും ശാസ്ത്രജ്ഞന്മാർ ഏതായാലും അറ്റമോ തുമ്പോ തുരുമ്പോ കാണുമ്പോ കണ്ടു. എന്തോ കണ്ടു? കുന്തം കണ്ടു. കോടിക്കണക്കിന് നക്ഷത്രത്തെ ദൈവം തമ്പുരാൻ മുദ്രയിട്ട് വെച്ചിരിക്കുക. ഒറ്റ ഒരുത്തം കണ്ടുപിടിച്ചിട്ടില്ല. ഈ അണ്ടകടാകം അതുപോലെ നമ്മുടെ ബുദ്ധിക്കെത്താത്ത വൻകാര്യമാ ദൈവം ചെയ്തു വെച്ചിരിക്കുന്നത്. ഹരിനാമ കീർത്തനത്തിൽ എഴുത്തച്ഛനൊരു വരി ഇങ്ങനെ എഴുതി, നക്ഷത്രപന്തികളും ഇന്ദുപ്രകാശവും ഒളിക്കും ദിവാകരൻ ഉദിച്ചങ്ങുയർന്നളവിൽ പക്ഷീഗണം ഗരുഡനെ കണ്ടു കൈതൊഴുതു. പണ്ട് ചൊല്ലിയിട്ടുള്ളതാ. അപ്പൊ ഈ കാണുന്ന നക്ഷത്രപന്തികള് കോടിക്കണക്കിന് നക്ഷത്രമാ, ഗാലക്സികളാ. ഇതൊക്കെ ഒറ്റ വാക്കുകൊണ്ടാണ് ദൈവം സൃഷ്ടിച്ചത്. ഭൂഗോളം ഇതിൻ വ്യാസം സഹസ്രാഷ്ടകം മൈൽ, ആകവേ 28,000 പരിണാമം. 9 കോടിയോട് 30 ലക്ഷം മൈൽ അമ്പരക്കുമാർ അകലത്തിലാണ് അസ്കരൻ. മനസ്സിലായോ? ഈ ഭൂമിയേക്കാൾ 10 മടങ്ങ് വലിപ്പമുള്ള വേറെ ഗോളമുണ്ട്. അത് അത്രയും 10 വലിപ്പമുള്ളത് വേറെ ഉണ്ട്. അതിലും വലിപ്പമേറിയത് ഇതിനെല്ലാം വിഴുങ്ങുന്നത് വേറെ ഉണ്ട്. എനിക്ക് അതിന്റെ എല്ലാം പേരറിയത്തില്ല. എന്റെ വായി കൊള്ളുക നിങ്ങൾക്കറിയാമല്ലോ, അത് മതി. ഈ ഭൂമി മറ്റു ഗോളത്തിൽ ചെന്ന് നോക്കുമ്പോ ഒരു ചെറിയ പൊട്ടാന്ന്. എത്രയോ ഗോളങ്ങൾ. നമ്മുടെ ദൈവമത്രേ അമ്പലത്തിൽ ഈ നിർമ്മല ഗോളങ്ങളെ സംസ്ഥാപിച്ചിരിക്കുന്നു. ദൈവം സൃഷ്ടിച്ചതാ.
അല്ലാതെ അവിടെ ഇരുന്ന് വിജാത്തി മാക്കത്തി എറിഞ്ഞപ്പോ ഒന്നും ഉണ്ടായതല്ല. ദൈവം സൃഷ്ടിച്ചതാണ്. അപ്പോൾ ഈ കാണുന്ന സകല ചരാചരങ്ങളെ, ചരാചരം ഭൂചര ഗേചര വസ്തുക്കളെയൊക്കെ ദൈവം സൃഷ്ടിച്ചതാണ്. മന്നവൻ വാക്ക് മൂലമന്ന് വനവിരവിൽ വർണ്ണ ജ്യോതിർഗണങ്ങൾ നിന്നു ആകാശത്തപ്പ ഭിന്നവൻ നാമോ കൂടൻ തന്നു പൂജര ഗേജര പക്ഷികളൊക്കെയുമായി പണങ്ങിട്ടല്ല മോനിരുന്നു ഒക്കുകയല്ല നമ്മളെ തമ്മി, അവനോട് പിണക്കം ഉണ്ടായിട്ടല്ല. പൂജനകേജര പക്ഷികളൊക്കെയുമായി തന്നെയും അല്ല തോജരങ്ങളും അപ്പൊഴുതേ കുടനായി നേരെ മറിച്ച് നായകനേകിയൊരല്ലകളിൽ നിലയായി തന്നെയും അല്ല വനങ്ങളെ പകന്തന്റെ മൃഗങ്ങൾ നാട്ടിലെ മൃഗഗണങ്ങൾ ഇവയുടെ ദിനമാറിന്തൂടത്തിൽ 6-ാം ദിനത്തിൽ ആത്മപാപം പ്രമാണമാക്കി നേരായി ചമച്ചതിന്റെ രൂപം. അപ്പോൾ ഈ കാണുന്ന സകലത്തെയും ദൈവം ഒറ്റ വാക്കുകൊണ്ട് സൃഷ്ടിച്ചു. വെള്ളത്തിൽ കൂട്ടമായി ജനിക്കട്ടെ, അന്നേരം തിമിംഗലം മുതൽ ചൂട വരെ. പഴയ ഭാഷയെ പറയുക, കപ്പൽ വരെ വിഴുങ്ങുന്നതാ തിമിംഗലം. കപ്പലെന്ന് ഉദ്ദേശിച്ച ചെറിയ വള്ളം ആയിക്കോട്ടെ. അത് മുതൽ ഞങ്ങളുടെ ഇവിടെ ചൂട്, ഇവിടെ എന്തുവാ പറയുന്നത്? എന്തേലും ആയിക്കോട്ടെ, മനസ്സിലായാൽ മതി. ദൈവത്തിന്റെ മഹത്വം ഈ ഭൂമിയിലും അതുപോലെ തന്നെ. മൃഗസഞ്ചയങ്ങളെ ഏതാണ്ട് 35,000 ഇനമൊക്കെ ഉണ്ടെന്നാ പറയുന്നത്. അത് കൂടാനാ സാധ്യത. ആട്ട് ഒറ്റ വാക്കുകൊണ്ടാ സൃഷ്ടിച്ചത്. ആ ദൈവത്തിനെടുക്കെ നിന്റെ 2 പെടക്കോഴിയായിട്ട് വന്ന ഏക്കുവോ തങ്കേ. രാവിലെ പോവുക 2 പെടക്കോഴി. ആർക്ക്? ദൈവത്തിന്. പിന്നെ പുള്ളി മുട്ട വെച്ച് പെടുത്തിരിക്കാൻ പോവില്ലയോ? നിന്റെ പെടക്കോഴിയും വേണ്ട, പൂവൻ കോഴിയും വേണ്ട, ആടും വേണ്ട, കാളയും വേണ്ട, മാടും വേണ്ട. നിന്റെ ഒരു സാധനവും ദൈവത്തിന് ആവശ്യമില്ല. ഇതെല്ലാം ദൈവം നമുക്ക് തന്നിരിക്കുന്നതാ. ദാവീദ് ഒരിക്കൽ പറഞ്ഞല്ലോ, സകലവും നിങ്കൽ നിന്നാ, സകലവും നിന്റെതാ, നിങ്കൽ നിന്ന് ഞങ്ങൾ മേടിച്ചേച്ച് ഇച്ചിരിയൊക്കെ സ്വോത്ര കാഴ്ച ഇടുന്നെന്നുള്ളതേ ഉള്ളൂ. അത് നല്ല രീതിയിൽ ഇടുന്നുമില്ലല്ലോ. ദൈവത്തിന് മഹത്വം. അപ്പൊ ദൈവത്തിന് ഇതൊന്നും ആവശ്യമില്ല. എന്തോന്നും കൊണ്ട് ഞാൻ അങ്ങോട്ട് ചെല്ലുമായി വായിക്ക മറന്നുപോയോ? 6:6 മീഹ. എന്തോന്നുകൊണ്ട് ഞാൻ യഹോവയുടെ സന്നിധിയിൽ ചെന്ന് അത്യുന്നത ദൈവത്തിന്റെ മുമ്പാകെ കുമ്പിടേണ്ടു. എന്തോന്നും കൊണ്ട് അങ്ങോട്ട് ചെന്ന് കുമ്പിടുവന്നു. അടുത്തത്, ഞാൻ ഹോമയാഗങ്ങളോടും 1 വയസ്സ് പ്രായമുള്ള കാളക്കിടാക്കളോടും കൂടെ അവന്റെ സന്നിധിയിൽ ചെല്ലണമോ? അങ്ങോട്ട് ചോദ്യമാ, ചെല്ലണോ എന്ന് പറഞ്ഞാൽ ഏകയാലെന്നായി പറഞ്ഞതിന്റെ അർത്ഥം. പിന്നെ 1000 ആട്ടുകൊറ്റനിലും 1000 ആട്ടുകൊറ്റനിലും 10,000 തൈലനദിയിലും 10,000 തൈലനദിയിലും യഹോവ പ്രസാദിക്കുമോ? എന്റെ അതിക്രമത്തിന് വേണ്ടി. അപ്പോൾ 1000 ആട്ടുകൊറ്റൻ നീ ഒരു ആട്ടുംകുട്ടിയാട്ടിയെങ്കില് ദൈവത്തിന് ഇതെന്തുവാ അമ്മാമ്മേ? അതൊരു ആടാ. എന്തിനാ? കർത്താവിന്. പിന്നെ ആടിനാന്ന് ഒരു ആടിങ്ങനെ നിൽക്കുക, ദൈവത്തിനുള്ള ആട്. അതിനതിനെ പിടിച്ച് വലിക്കുക, അമ്മണിക്കുട്ടി വാടിയെന്ന്. പിന്നെ എടാ പൊട്ടാ കൊണ്ടാകട്ടെന്ന് പറഞ്ഞപ്പോൾ ആണ്ട് മൂന്നാറ് ചെന്ന് നോക്ക്, വരയാടിന്റെ അയ്യരുകളിയാ. കാട്ടിലെ മൃഗങ്ങൾ 1000. സമുദ്രം തന്നെ കിടക്കുന്ന വിസ്താരമേറിയ സമുദ്രം, നീല തിമിംഗലം മുതല്. ഇങ്ങനെ സൃഷ്ടിച്ചവൻ ആ ദൈവം. ആ ദൈവത്തിനാണോ നിന്റെ കറവ പറ്റിയ ഒരു പെണ്ണാട് പിടിച്ച് ഞാനാ പോലിച്ചിന്റെ പാല് കിട്ടുകയല്ല? ദൈവത്തിന് ഇതൊന്നും ആവശ്യമില്ല, ഇല്ലെന്ന്. നിന്റെ ആടും വേണ്ട, കാളും വേണ്ട, മാടും വേണ്ട, കാടും വേണ്ട. ഇന്ന് രാത്രി പിന്നെ എന്തുവാ ദൈവം ഉദ്ദേശിക്കുന്നത്? അടുത്ത വാക്യമായിര്, യഹോവ പ്രസാദിക്കുമോ? എന്റെ അതിക്രമത്തിന് വേണ്ടി. എന്റെ അതിക്രമത്തിന് വേണ്ടി ഞാൻ എന്റെ ആദിജാതനെയും ഞാൻ ചെയ്ത പാപത്തിന് വേണ്ടി എന്റെ ഉദരബലത്തെയും കൊടുക്കണമോ എന്ന് പറഞ്ഞാൽ ഭ്രൂണഹത്യം ചെയ്യരുത്. മനസ്സിലായോ? നിന്റെ ഉദരത്തിൽ ഉരുവായ കുഞ്ഞൻ ചിലപ്പോൾ ഡോക്ടർമാരും ബന്ധുക്കാരും ചിലപ്പോ ചില കുണം പിടിക്കാത്ത ഭർത്താവും പറയും കളഞ്ഞേക്കാൻ. ഇവൻ നിന്നെ വിടുകയല്ല.
മക്കളൊക്കെ തരുന്ന ഈ അവകാശവും ഉദരബലം ദൈവം തരുന്ന പ്രതിഫലമാ. സ്തോത്രം. ഇപ്പോഴേ ഈ ആൾക്കാർക്ക് കഷ്ടപ്പെടാനൊന്നും വയ്യെന്ന്. അതിനാ ഒരു കൊച്ചൻ, അതിന് അന്ന് കാച്ചിന് അനുസരണയില്ല. ഇങ്ങോട്ട് വാന്ന് പറയുമ്പോൾ അങ്ങോട്ട് ഓടുക. നിങ്ങൾ കണ്ടിട്ടില്ലേ? വാ കൊച്ചെന്ന് ഇങ്ങോട്ടല്ലേ വരട്ടെ, നമ്മൾ അതിന്റെ പുറകെ ഓടുക. ആകെ ഞാനൂല് പോലെ ഒരെണ്ണം. അതൊന്നും പറയുന്നത് ഇഷ്ടമല്ലല്ലോ. ദൈവം ആ തലമുറയെ തരുന്നേ, അതിനെ അവൻ നശിപ്പിക്കരുതെന്നാ പറയുന്നത്. ഒന്നുകൂടെ തെളിച്ച് പറഞ്ഞാൽ നരബലി ദൈവം ഇഷ്ടപ്പെടുന്നില്ല. മന്ത്രവാദികളും ആപചാരകന്മാരും ഒക്കെ പറയും ഇന്ന ആളിനെ കൊന്നാ മതി, നിധി കിട്ടുമെന്ന്. ആണ്ട് ഒരുത്തിക്ക് നിധി കിട്ടിക്കിടക്കുന്നു. പേര് മറന്നുപോയി. എന്തോ ശൈലയോ ലൈല നിധി കിട്ടിയല്ലോ ഇല്ലേ? നല്ല നീതിയാ. അയാളുടെ പേര് സിംഗോ എന്തോ, എന്നാ സിംഗ, ഭഗവത് സിംഗ. ആട്ടെ, ഒപ്പിച്ചവൻ മാറിയിരിക്കുക. ഇതുങ്ങൾ കിടന്ന് മനുഷ്യനെ കൊല്ലരുത്, കുഞ്ഞുങ്ങളെ കൊല്ലരുത്, അന്യോന്യം കൊല്ലരുത്. ദേവപ്രീതിക്കും ദേവപ്രീതി ഉണ്ടാകാൻ, നീതി കിട്ടാൻ, നന്മ കിട്ടാൻ അവൻ ഇങ്ങനെയൊക്കെ ഓരോ ഉപാധി പറഞ്ഞു തരുന്ന ധാരാളം രാക്ഷസന്മാരുണ്ട്. അതിലൊന്നും നീ ചെന്ന് പെടരുത്. നരബലി ദൈവം ഇഷ്ടപ്പെടുന്നില്ല, മൃഗബലി ദൈവം ഇഷ്ടപ്പെടുന്നില്ല, അങ്ങനെയുള്ള ഒരു ബലിയും ദൈവം ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ എന്തുവാ ദൈവം ഇഷ്ടപ്പെടുന്നത്? മനസ്താപമുള്ളൊരു ഹൃദയം, അനുതാപമുള്ളൊരു ഹൃദയം. ഇന്ന് രാത്രിയും പശ്ചാത്താപത്തോടെ അനുതാപത്തോടെ നീ കർത്താവിന്റെ അടുക്കൽ വന്നാൽ യേശു ഇന്ന് രാത്രി നിന്നെ രക്ഷിക്കും. ഇതൊന്നും ദൈവത്തിന് ആവശ്യമില്ല. ഒന്നുകൂടെ ആ പദം ഒന്ന് വായിച്ചേ, ഇപ്പം വായിച്ച പദം. 1000 ആട്ടുകൊറ്റലിലും 10,000 തൈലനദിയിലും യഹോവ പ്രസാദിക്കുമോ? എന്റെ അതിക്രമത്തിന് വേണ്ടി ഞാൻ എന്റെ ആദിജാതനെയും ഞാൻ ചെയ്ത പാപത്തിന് വേണ്ടി എന്റെ ഉദരബലത്തെയും കൊടുക്കണമോ? ഇത് കൊടുക്കണോ വേണ്ടെന്നാ പറഞ്ഞതിന്റെ അർത്ഥം. പിന്നെ എന്തുവാ ചെയ്യേണ്ടത്? അടുത്ത വാക്യം, മനുഷ്യ നല്ലത് എന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നു. മനുഷ്യ നല്ലത് എന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. അടുത്തത്, ന്യായം പ്രവർത്തിപ്പാനും. ഒന്ന്, ന്യായം പ്രവർത്തിക്കണം. ദയാതൽപരനായിട്ടിരിപ്പാനും. നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ. 3, നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ നടപ്പാനും. അല്ലാതെ നിന്നോട് ചോദിക്കുന്നത്. ദൈവം ചോദിക്കുന്നത് സ്തോത്രം. ന്യായം പ്രവർത്തിക്കണം. അതില്ലല്ലോ. എല്ലാരും അന്യായത്തിനാ കൂട്ട്. അത് ഏത് മേഖല എടുത്ത് ന്യായമായിട്ടൊരു കാര്യം പറയുന്നുണ്ടോ? ഉടനെ അത് വളച്ചൊടിച്ച് തിരിച്ചൊടിച്ച് അതിനെ കൂന്തറ കൊള്ളി ഒപ്പിച്ച് അതല്ല. അമ്മയെ തല്ലിയാലും പറയും, ചെല്ലു പറയും, എടാ പെറ്റതല്ലേ തല്ലരുത്. ഒന്ന് അമ്മ കൊടുക്കണമായിരുന്നു, നേരത്തെ അടിക്കാൻ മേലായിരുന്നോടാ. അതിനും 2 പക്ഷവാ, അമ്മയെ തല്ലാനും. ഈ ന്യായം പ്രവർത്തിക്കണം. നീതിക്ക് നിരക്കാത്ത ഒന്നും നമ്മുടെ കയ്യിലും കൂടാരത്തിലും ഉണ്ടാകരുത്. അപ്പുറത്തുകാരൻ്റെ അതിര് മാന്തരുത്. എന്നും പോയി അതിരെ നിൽപ്പാൻ ശ്വാസം മുട്ടല. എന്നാലും തൊലയാറായല്ലോ ഇല്ലേ? എന്നിട്ടും അങ്ങ് ആക്രാന്തമാണ്. തമാശ പറഞ്ഞതല്ല. എനിക്കറിയാം, ഒരു നല്ല വടിയും കുത്തിയാ പറയുന്നില്ല, സ്ഥലമൊന്നും പറഞ്ഞു ഏക്കം വലിച്ച് നിൽക്കുക. എന്നിട്ടും അങ്ങ് ഇതുപോലെ ആർത്തിപ്പണ്ടാരങ്ങള് അതിന് മാന്തരുത്. ചേട്ടനോ അനിയനോ ചേട്ടത്തിക്കോ അനിയത്തിക്കോ പെങ്ങൾക്കോ അവൻ സഹോദരങ്ങൾക്കോ അവൻ വസ്തുവാതോടുമ്പോഴേക്കും വിഹിതം ചെയ്യുമ്പോൾ കൃത്യം കൊടുത്തിരിക്കണം. നീ സൂത്രം കാണിച്ച് വെണ്ടറിയാക്കോച്ചനെ കൊണ്ട് കള്ളയാധാരം ഉണ്ടാക്കി എഴുതിച്ചാൽ നീയും പേടിക്കും, നിന്റെ വെമ്പളം മേടിക്കും, പിള്ളേർക്ക് ഗുണവും വരികയില്ല. അങ്ങനെ എന്തേലും ചതിവിലോ വഞ്ചനയിലോ വല്ലോ ചെയ്തേച്ചാ ഇവിടെ വന്ന് തല മുടിയിട്ട് തുണിയിട്ട് ഇവിടെ മീശയൊക്കെ അവിടെ ചുറ്റുലോറി എന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി നീ അതിന് ക്രമീകരണം വരുത്തില് സൂക്ഷം തന്നെ അടിക്കും. അല്ല, അവിടെ നിന്ന് രക്തം പറഞ്ഞ മിക്കവാറും രക്തം കമിട്ടിയായിരിക്കും ചാകുന്നത്. നീതിക്ക് നിരക്കാത്തതൊന്നും നിന്റെ കൂടാരത്തിലും നിന്റെ കയ്യിലും കാണരുത്. ദൈവം നീതിമാനാ.
നീതിക്കായി മിശിക്ക തന്റെ വഴിയൊരുക്കുമ്പോൾ നീതികേടിൻ വഴികളെ താൻ നശിപ്പിച്ചിടുമേ. നീതിക്കായി മിശിക്ക തന്റെ വഴിയൊരുക്കുമ്പോൾ നീതികേടിൻ വഴികളെ താൻ നശിപ്പിച്ചിടുമേ. അപ്പോൾ ദൈവം നീതിയുള്ള മോനെ വേണ്ടതാ, നേരമില്ലടാ, അതുകൊണ്ടാണ്. അപ്പൊ ശ്രദ്ധിച്ചേ, എന്റെ നല്ല മനസ്സിന് നന്ദി, ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പൊ ശ്രദ്ധിക്കുക, നീതി ന്യായം പ്രവർത്തിക്കണം. അനീതിക്ക് കൂട്ടു നിൽക്കരുത്, ചതിവിന് കൂട്ടു നിൽക്കരുത്, വഞ്ചനയ്ക്ക് കൂട്ടു നിൽക്കരുത്. കൈ വെടിപ്പായിരിക്കണം. വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയവും വ്യാജത്തിന് മനസ്സും വെക്കരുത്. ആരവിടെ ചെല്ലുമെന്നൊക്കെ ചോദ്യത്തിന് ആൻസർ യഹോവയുടെ കൂടാരത്തില്, എന്റെ വിശുദ്ധ പർവ്വതത്തിൽ ക്രൂസൈഡ് നടത്തിയതുണ്ടോ? ഉപവാസ പ്രാർത്ഥന 21 ചുമ്മാ സമാധി ഇരിക്കുമ്പോൾ അങ്ങ് ഇരിക്കുക. ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യണം എന്ന് വെച്ച് വേണം ഇരിക്കാൻ. ഇത് പറഞ്ഞാൽ ഒത്തിരി പറയാനുണ്ട്, എടുത്ത ഭാഗത്തോട്ട് വരികയല്ല. അപ്പൊ അതുകൊണ്ട് അതങ്ങ് ലോപിക്കുക. ദൈവത്തിന്റെ മഹത്വം. ഒന്ന്, ന്യായം പ്രവർത്തിക്കണം. പിന്നെ എന്നാ ബിജു? ദയാതൽപരനായിരിക്കണം. നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാനും. 3 കാര്യമാണ്. ഒന്ന്, ന്യായം പ്രവർത്തിക്കണം. 2, ദയാതൽപരൻ. ദയ ഉണ്ടായിരിക്കണം കേട്ടോ. സഹജീവികളോട്, അയലത്തുകാരോട്, സ്നേഹിതരോട്. മറ്റ് ഏത് മതവും ജാതിയും ഒന്നും അല്ല വിഷയം. മനുഷ്യനായിട്ട് കാണണം. ഭിക്ഷക്കാരൻ ഉച്ചയ്ക്കാ വരുന്നെങ്കിലും അവൻ വിശന്നാ വരുന്നെങ്കിൽ വീട്ടിലുണ്ടെങ്കിൽ ഭക്ഷണം കൊടുക്കണം. ഇതാരേലും വീട്ടിൽ നിന്നാ ഗ്രില്ലെ പിടിച്ച് 3/4 മണിക്കൂർ വർത്താനം പറയാം. പിന്നെ എന്നാ ഉണ്ട്? വേറെ എന്നാ ഉണ്ട്? വേറെ എന്തോ ഉണ്ട്? വേറെ ഒന്നും ഇല്ലല്ലോ. അവസാനം 2 പേരുടെയും തൊണ്ടയിലെ വെള്ളം പറ്റി. അതാണോ അതിന്റെ മര്യാദ? ആദ്യം വന്ന ഉടനെ അവന് ദാഹവെള്ളം കൊടുക്കുക എന്നുള്ളതാ. ഉച്ച സമയത്താ വരുന്നെങ്കിൽ വീട്ടിലുണ്ടെങ്കിൽ ഉള്ളതിന്റെ വിഹിതം, ചിലപ്പോൾ നിങ്ങളുടെ വിഹിതമായിരിക്കും, അതോടെ എടുത്ത് കൊടുക്കണം. അതാ നല്ല ദയാതൽപരനായിരിക്കണം. മനസ്സിലായോ? ഇത് ഭിക്ഷക്കാർക്ക് പോലും 10 രൂപ ഭിക്ഷക്കാർക്ക് കൊടുക്കണം, നേർച്ച കൊടുക്കണ്ട. ഞാൻ പെന്തിക്കോസുകാരോടാ പറയുന്നത്. പെന്തിക്കോസുകാരോടാ ഇപ്പൊ പറഞ്ഞത്. ഭിക്ഷ കൊടുക്കണം. ഒരു വന്ന് ഭിക്ഷ ചോദിച്ചാൽ നേർച്ച കൊടുക്കണ്ട. ഞങ്ങളുടെ ഒരു വീട്ടിലേക്ക് ബാബച്ചായൻ്റെ അപ്പോൾ ഒരാളിങ്ങനെ ഫോട്ടോയുമായിട്ട് വന്നു. അപ്പം ഞങ്ങളിലേക്ക് അപ്പം പുള്ളി ഗേറ്റ് തുറന്ന് വെച്ച് ഇങ്ങോട്ട് വന്നു. അപ്പോൾ ചോദിച്ചു, ഉടനെ അവൻ്റെ ഒരു ഫോട്ടോ ഉണ്ട് കാണിച്ചു. പിന്നെ വേളാങ്കണ്ണിക്ക. ഉടനെ ബാബച്ചായൻ വെളിയിൽ ഇറങ്ങി വെച്ച് അങ്ങോട്ട് പോകണം. കാരണം MC റോഡിൻ്റെ സൈഡാണ്. ഉടനെ അവൻ പറഞ്ഞ്, അച്ചായ വേളാങ്കണ്ണി അവല്യോടാ നിന്നോട് പറഞ്ഞ വേളാങ്കണ്ണി ഇവിടാണോ? ഗേറ്റ് തുറന്ന് വെളിയിൽ ഇറങ്ങി വെച്ചാൽ MC റോഡെ കൂടെ അല്ല ന്യായമാ? ഉടനെ തീർന്നില്ല. ഉടനെ അവൻ പറയാം, അച്ചായ ദൈവത്തിനാന്ന്. ഉടനെ പുള്ളി ആരുടെയും കൈ കൊടുക്കുകയല്ല, നേരിട്ടാ കൊടുക്കുന്നത്. പുള്ളിയുടെ ഡയലോഗാ നല്ല. ഉടനെ അവൻ ഏതാണ്ടെല്ലാം പറഞ്ഞു പറയാം, അച്ചായ ഞാൻ ദൈവത്തെ നിലനിർത്തിയ ഒരു കാര്യം. ഉടനെ പുള്ളി, നീ ദൈവത്തെ നിർത്തുകൊന്നും വേണ്ട, പുള്ളി നിന്നോളും. അവൻ രാവിലെ ഇറങ്ങിയിരിക്കുക ദൈവത്തെ നിലനിർത്താൻ. അല്ല, ഇതൊക്കെ ന്യായമായ കാര്യമാണ്. നമ്മളാരും ദൈവത്തെ നിലനിർത്തേണ്ട, ദൈവം നിന്നോളും. ദൈവത്തിന് ആരും ഓത കൊടുക്കുമൊന്നും വേണ്ട. അവിടുന്ന് സർവശക്തനാ, സർവജ്ഞാനിയാ, സർവവ്യാപിയാ, സർവത്തെ സൃഷ്ടിച്ചവനാ, സകലത്തെ നിയന്ത്രിക്കുന്നവനാ, സകലത്തെ ഭരിക്കുന്നവനാ ദൈവം. ആത്മാക്കൾ ദൈവം എന്നു നിരൂപിക്കേണ്ടാനു. ചത്തമർത്യാത്മാക്കൾ ദൈവം എന്നു നിരൂപിക്കേണ്ടാനു. 100 ദൈവങ്ങൾ സത്യദൈവം ഒന്നേയുള്ളൂ. 100 ദൈവങ്ങൾ സത്യദൈവം ഏക സത്യ ദൈവമേയുള്ളൂ. ഭൂവാസികളെ ഏക സത്യ ദൈവമേയുള്ളൂ. പഞ്ചഭൂത നിർമ്മതമായി വഞ്ചനയില്ലാത്തവനായി. പഞ്ചഭൂത നിർമ്മതമായി വഞ്ചനയില്ലാത്തവനായി. കിഞ്ചിൽ നേരം കൊണ്ടാക്കില്ല സഞ്ചയങ്ങൾ സൃഷ്ടി ചെയ്തോൻ. കിഞ്ചിൽ നേരം കൊണ്ടാകില്ല
സഞ്ചയങ്ങൾ സൃഷ്ടി ചെയ്തോൻ ഏക സത്യ ദൈവമേയുള്ളൂ. ഭൂവാസികളെ ഏക സത്യ ദൈവമേയുള്ളൂ. ഭൂവാസികളെ ഏക സത്യ. അപ്പൊ ശ്രദ്ധിക്കുക, ദയാതൽപരരായിരിക്കണം. സഹജീവികളോടും മറ്റുള്ളവരോടൊക്കെ ഒരു അനുകമ്പയും ദയൊക്കെ വേണ്ടായോ? ആർക്കും ഗുണം വരാതെ ജീവിക്കുന്ന ധാരാളം കേസുകളുണ്ട് നമ്മുടെ ഇടയിൽ. ഒരു കുഞ്ഞുങ്ങൾക്ക് പോലും ഗുണം ചെയ്യുക. ഞാനെപ്പോഴും പറയും, ഇപ്പൊ ഇനിയും ചക്കയുടെ സീസൺ വരിക, പ്ലാവും ചക്കയുള്ള ധാരാളം ആൾക്ക് ഒരു കുഞ്ഞുങ്ങൾക്ക് ഒരെണ്ണം കൊടുക്കല്. ഈ തള്ള ഒരെണ്ണം വിട്ട് വേവിക്കത്തുമില്ല. ഉമ്മ ഇങ്ങനെ ഇരിക്കുക, വാർതാനിരിക്കും പോലെ ഒരെണ്ണം കൊടുക്കുകയല്ല. ഇവർക്കൊട്ടൊരെണ്ണം തിന്നാനുള്ള ഗതിയില്ല, ഗത്യന്തരോ അങ്ങനൊന്നും അല്ല. ചിലപ്പം വീട്ടിൽ വരുന്നവരോ അയലത്തുള്ളവരോ വേണ്ടപ്പെട്ട ഇട്ടോണ്ട് പോക്കോ കൊണ്ടുപോക്കോ കൊടുക്കണ്ടേ? എപ്പോഴും ഞാൻ മനുഷ്യൻ്റെ ഒരു ദയ വേണ്ടേ? 100 തേങ്ങ അല്ലെ 10 തേങ്ങ കിട്ടാനുണ്ട്. ഇടുമ്പോഴേ 10 തേങ്ങ ഇടുമ്പോൾ അപ്പുറത്തെ താമസിക്കുന്ന ഹിന്ദുവോ മുസ്ലിമോ ക്രൈസ്തവനോ നിരീശൻ ആരുമാകട്ടെ, നിനക്ക് 10 തേങ്ങ കിട്ടാനുണ്ടെങ്കിൽ ഇടുമ്പോൾ ഒരെണ്ണം അങ്ങോട്ടങ്ങ് കൊടുത്തേക്കെ. ഒന്ന് അവന് കൊടുക്ക, ഒന്ന് പെയ്ത്തോമിലും കൊണ്ടുപോവാ, 8 എണ്ണം നീ എടുക്ക പോരെ. ഇതൊക്കെ ചെയ്യണം, ചെയ്യേണ്ട കാര്യമൊക്കെ ചെയ്യണം. സ്കൂള് തുറക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് പുസ്തകമൊക്കെ മേടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പുറത്തെ പേർക്ക് നിർവാഹമില്ലേ, 2 ബുക്ക് അവിടെയും കൂടെ മേടിച്ചു അങ്ങനെ കൊടുക്കുന്നവരുണ്ട് കേട്ടോ, ഉണ്ട്. അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. ധാരാളം ആൾക്കാരുണ്ട്, ഇല്ലെന്നൊന്നുമല്ല പറയുന്നത്. എന്നാലും ചില കഞ്ചൂസുകൾ ഇതിനകത്ത് കാണും. ഒരു ഹിന്ദി ഇരിക്കട്ടെ, മുമ്പ് ഇംഗ്ലീഷ് അല്ലേ, കഞ്ചൂസ് എന്നല്ലേ സൂചന? ഇരിക്കട്ടെ. ഒരു കാര്യം പറയാം, ഒരു ദയൊക്കെ വേണ്ടേ? ദയ അല്ല, ദൈവത്തിന് ദയ ഉള്ളത് കൊണ്ടല്ലോ നമ്മൾ ഇന്ന് രാത്രി ഇരിക്കുന്നത്. വിലാപങ്ങൾ വായിക്കാൻ നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് ദൈവത്തിന്റെ ദയ. നിന്റെ ദയ ജീവനേക്കാൾ നല്ലത്. എന്റെ അതരങ്ങൾ നിന്നെ സ്തുതിക്കും, എന്റെ ജീവകാലം ഒക്കെ ഞാൻ അങ്ങനെ തന്നെ വാഴ്ത്തും. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവൻ അവിടുന്ന് നല്ലവനല്ലോ, അവിടുത്തെ ദയ എന്നേക്കുമുള്ളത്. ദൈവത്തിന് ദയയുള്ളത് കൊണ്ടാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. അല്ല, നമ്മുടെ മിടുക്ക് കൊണ്ടോ പ്രാർത്ഥനയുടെ മെച്ചം കൊണ്ടൊന്നുമല്ല, അവിടുത്തെ ദയയാണ്. ദൈവത്തിന് മഹത്വം. അതുകൊണ്ട് ന്യായവും പ്രവർത്തിക്കണം, ദയാതൽപരനായിരിക്കണം. ദൈവത്തിന്റെ സന്നിധിയിൽ നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാനും. അഹങ്കരിക്കൊന്നും ചെയ്യും. എന്തോ കൊണ്ട് അഹങ്കരിക്കാനാ? അഹങ്കരിക്കരുത്. അഹങ്കാരികളൊക്കെ ഒത്തിരി ഉണ്ട്. ഞാനെപ്പോഴും പറയാറുണ്ട്, അഹങ്കാരികൾ പിന്നെ ഭയങ്കര അപ്പുറത്തെ വീട്ടിൽ കയറുകയില്ല, ഇവിടെ കയറുകയില്ല, അവിടെ കയറുകയില്ല, മിണ്ടുകയില്ല, സഹകരിക്കുകയില്ല. കണ്ടില്ലായിരുന്നോ വെള്ളപ്പൊക്കം വന്നപ്പം? ആരുമായിട്ടൊരൊട്ടമില്ല. പിള്ളേരെ കണ്ട് അമേരിക്കയിലും കാനഡയിലും ഓസ്ട്രേലിയയിലും ഗൾഫിലും ഒക്കെ പോയത് തെറ്റാന്നല്ല, നല്ല കാര്യം. പോയി ഇച്ചിരി കാശ് കൊണ്ടുവന്നപ്പോൾ ഭയങ്കരം വീടുമൊക്കെ വെച്ച്, ഞാനതിനെതിരുമല്ല, നല്ല വീട് വെച്ചോ, ഭയങ്കരം മതിലും എല്ലാം കൂടെ കെട്ടിപ്പൊക്കി 2 വാല് മുറിച്ചപ്പോൾ ആരുമായിട്ടൊരൊട്ടമില്ല. കാറ് കയറുക, പോവുക, കാറകത്തോട്ട് കയറുക, ഗേറ്റ് തന്നെ വന്നടയുക. ഇങ്ങനെ ഞെക്കുമ്പം തുറക്കുകയും അടയുകയും ചെയ്യുന്ന എന്തോ അതിന് പറയുന്നത്, റിമോട്ട്. വെള്ളം അങ്ങോട്ട് വന്നാൽ തള്ള ഇരുന്ന് ഞെക്കുക. എവിടെ തുറക്കാനാ? വെള്ളം അടിച്ച് കയറി തള്ള ഞെക്കി വിരൽ വേദനിച്ചപ്പോൾ പറഞ്ഞ് അച്ചായ ഞെക്കച്ചായെന്ന്. അയാൾ ഞെക്കി. അയാൾ പറഞ്ഞ് ഞാൻ ഞെക്കിയിട്ട് തുറക്കുന്നില്ല. 2 കൂട്ടി ഇരുന്ന് ഞെക്ക് നന്നായിട്ട് ഞെക്ക്. അടിച്ച് വെള്ളം അങ്ങോട്ട് കയറിയപ്പം തള്ള തിണ്ണയിരുന്ന തള്ള ആടി കട്ടിലേ കയറി. കട്ടിലെ അടി വെള്ളം വന്നപ്പോൾ താടി സ്റ്റെയർ കേസ് കയറി. അവിടെ വെള്ളം കയറിയപ്പം 2 കൂടെ വേറെ തള്ള പറഞ്ഞ്, എൻ്റെ കൊച്ചമ്മേ എടീ ഞങ്ങളെ പൊക്കിക്കൊണ്ട് പോയി, അച്ചായന് വസ്ത്രം പോലും ഇല്ലായിരുന്നു. ഒരു തള്ള. കേട്ടതല്ലേ, ഇതൊന്നും കേട്ടതല്ലേ? പിന്നെ ഞാൻ എന്നെ കള്ളം ഉണ്ടാക്കുന്നതാണ്. ഇത് കേട്ടതാ. അഹങ്കാരികളെയൊക്കെ ദൈവം പിടിക്കും. ചെല്ലു പറയത്തില്ലേ, വണ്ടി ഇല്ലെങ്കിൽ എനിക്ക് യോഗത്തിന് വരാം. അമ്മമ്മേ ഞാൻ കാറില്ല, ഞാൻ ജനിച്ചപ്പോഴേ ഞങ്ങളുടെ വീട്ടിൽ കാറ് മഴക്കാറായിരുന്നു. അഹങ്കാരത്തിന് ഒരു കുറവുമില്ലെന്നായി പറഞ്ഞേ. കാറില്ലേ, പോകുകയില്ല, വണ്ടിയില്ലേ, അങ്ങനെ പറഞ്ഞ ഒരു തള്ള ഞാൻ ഇത് കണ്ട. വെള്ളപ്പൊക്കത്തിന് ഒരു വലിയ ചെമ്പിനകത്ത് ഒരു മുടുത്ത തള്ള കയറിയിരിക്കുക. അവരെയും തള്ളിക്കൊണ്ട് ഒരുത്തം പോകുന്നത്. ഏതൊക്കെയാണെന്നോ എനിക്കറിയാൻ മേല. കണ്ടതാ ഒരു നല്ല മുടുത്തൊരു തള്ള ഒരു വലിയ ചെമ്പിനകത്ത്. ആരാണെന്ന് അറിയാൻ മേല കയറി അതിങ്ങനെ ഇരിക്കുക. അതിനെ തള്ളി. ഇപ്പൊ കാറ് വേണ്ടേന്ന്
ദൈവം പിടിക്കും അഹങ്കാരികളെ. എന്നിട്ടും പഠിക്കുന്നില്ലല്ലോ. പഠിക്കുന്നോ? ഇല്ല. ചെല്ലി പറയത്തില്ലയോ, ഒരാൾ പറഞ്ഞ ഞാൻ എൻ്റെ മെത്തയിലേ കിടന്ന്, ആ മെത്ത ഞാൻ പ്രത്യേകമായിട്ട് വരുത്തിയ മെത്തയാണ്, അതിൽ കിടക്കുമ്പോൾ പ്രത്യേക വെള്ളം പൊങ്ങിയപ്പോൾ മെത്തയെല്ലാം പോയി ആണ്ട മെത്ത, എൻ്റെ മെത്ത കിടക്കുന്ന പുള്ളി ക്യാമ്പിൽ പോയി ബെഞ്ചാ കിടക്കുന്നത്. എന്തിയാടാ നിന്റെ മെത്ത? തീർന്നില്ലേ? സകല എണ്ണത്തിനെയും ദൈവം പിടിക്കും. താഴ്മയോടെ നടക്കണം. ചില നമ്മുടെ സഭയിലുമൊക്കെ വരുന്ന ചില സഹോദരിമാർ വലിയ ക്രെഡിറ്റിലാണ് പറഞ്ഞത്, അമ്മാമ്മേ എന്നാ താമസിച്ച്, ഓ എൻ്റെ സിസ്റ്ററെ ഒത്തിരി ടെൻഷൻ. എന്തുവാ ടെൻഷൻ? ഓ പിള്ളേർ മോള് ന്യൂസിലൻഡിൽ വന്നു, മോനെ കാനഡയിൽ നിന്ന് വന്നു, അതിന് ഫുഡ് എല്ലാം ഒന്നും അവർ പിള്ളേർ യൂസ് ചെയ്യല. ഡാഡി ആണെങ്കിൽ ഇപ്പോൾ ഡാഡി മട്ടനെ യൂസ്, ഇവൻ കുട്ടൻ ചുട്ടു തിന്നവനാ. കുട്ടൻ എന്ന് പറയുന്നൊരു മീനുണ്ട്, കുട്ടൻ. ഞങ്ങളുടെ നാട്ടിൽ ഇപ്പോൾ കുട്ടൻ, ഇവിടെ എന്നാ പറയുന്നത്? ആ കുട്ടൻ പോരാ. ഈ പൊട്ടൻ പണ്ട് കുട്ടൻ ചുട്ടു നിന്നവനാ. അവനിപ്പോ 10 പുത്തം കിട്ടിയ മട്ടൻ മാത്രമോ. ഞാൻ തമാശ പറഞ്ഞതല്ല. മട്ടൻ കടിക്കരുതെന്നല്ല എൻ്റെ വാദം, കടിച്ചോ എന്നാൽ അഹങ്കാര വർത്താനം അതിനാ. പിന്നെ മോള് എല്ലാം യൂസ് ചെയ്തില്ല, അവള് എന്തുവാ കിങ് ഫിഷ്. തെറ്റിയോ? അല്ല, നിങ്ങളുടെ ഇരിപ്പ് കണ്ടപ്പോൾ ഞാൻ തെറ്റിയത്. കിങ് ഫിഷ്. വെള്ളം പൊങ്ങിയപ്പോ കിങ് ഫിഷും ഇല്ല, ഒരു ഫിഷും ഇല്ല. അവള് മണ്ണ് തട്ടിപ്പറിക്കുക. തായോ എന്ന് മണ്ണുമായിട്ട് പോയപ്പോളേ. എന്നിട്ടും പഠിക്കുന്നില്ലല്ലോ. നമുക്ക് രസകരമായി തോന്നിയാൽ ഇതൊക്കെ ദൈവം പഠിപ്പിക്കുക. സ്വന്തം ഭർത്താവ് ശ്വാസം കിട്ടാതെ പടഞ്ഞു മരിച്ചിട്ട് അന്ത്യചുംബനം കൊടുക്കാൻ ഒത്തോ? കോവിഡിന് ഒത്തോ? സ്വന്തം ഭാര്യയുടെ മൃതദേഹം കാണാൻ ഒത്തോ? കൂടെ ജീവിച്ചതല്ലേ 8, 10, 20 കൊല്ലം? ഒത്തോ? അടക്കത്തിന് കൂടാനൊത്തോ? അന്ത്യമായിട്ടൊന്ന് കാണാനൊത്തോ? എന്നിട്ടും അഹങ്കാരം കുറയുന്നുണ്ടോ? അടുത്തത് വരുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, വിനയത്തോടെ, താഴ്മയോടെ, അവൻ മനസ്സലിവോടെ, ദയയോടെ മനുഷ്യനായി കണ്ട് മുൻപോട്ട് പോയാൽ നിനക്ക് അനുഗ്രഹമാ. താഴ്മയോടെ നടക്കണം. ദൈവത്തിന് ഇതൊന്നും ആവശ്യമില്ല, ഭൗതിക വസ്തുക്കളൊന്നും. അതുകൊണ്ട് എന്തോന്നും കൊണ്ട് അങ്ങോട്ട് ചെല്ല, ഒന്നും കൊണ്ട് ചെല്ലണ്ട. ഇന്ന് രാത്രി നിന്നെ ഒന്ന് കൊടുത്താൽ മതി. ഇന്ന് നീ ഒരിക്കൽ കൂടി ദൈവവിളി കേട്ടല്ലോ, രക്ഷിതാവു നിന്നെ ഇന്ന് സ്വന്തമാക്കി തീർത്തിടും. ഇന്നു തന്നെ യേശു നിന്നെ രക്ഷിപ്പാനായി. ദൈവത്തിന്റെ മകത്ത് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, എന്താ സുവിശേഷത്തിന്റെ വിശേഷത? ഒന്ന്, ഈ സുവിശേഷം രക്ഷിക്കുന്ന മാർഗമാ. മറ്റൊരുത്തനും രക്ഷയില്ല. യേശുക്രിസ്തു മാത്രമാ രക്ഷകൻ. ഇന്ന് രാത്രി ആ രക്ഷകൻ നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. ആ രക്ഷകന് നീ ഹൃദയം കൊടുക്ക്. നിനക്കും നിന്റെ കുടുംബത്തിനും ഇന്ന് രാത്രി രക്ഷ കൈവരിക്കാം. എന്താ സുവിശേഷത്തിന്റെ രണ്ടാമത്തെ വിശേഷത? ഓടിച്ചു വായിച്ചോ. എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 14-15 വായിരെ. സുവിശേഷത്തിന്റെ വിശേഷത 2. 6-ാം അധ്യായത്തിന്റെ 14-15. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കി. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, സുവിശേഷത്തിന്റെ ഒന്നാമത്തെ വിശേഷത ഇത് രക്ഷിക്കുന്ന മാർഗം. 2, സുവിശേഷത്തിന്റെ രണ്ടാമത്തെ വിശേഷത ഇത് സമാധാനം തരുന്ന മാർഗമാണ്. സുവിശേഷം സമാധാനം തരും. അതെന്താ? അതെ, സുവിശേഷം കൊണ്ടേ സമാധാനമുള്ളൂ. ഇവിടെ ഇരിക്കുന്നവരെല്ലാം പല പ്രശ്നങ്ങളുള്ളവരാ, എന്നാലും എന്ത് സമാധാനമായിട്ടായിരിക്കുന്നേ, ഇല്ലേ?
കടമുള്ളവർ ഈ ഗ്രൗണ്ടിൽ ഇരിപ്പുണ്ട്, കടമുള്ളവർ ഒന്ന് കൈപൊക്കിക്കേ. തരാനല്ല, അറിയാനാ. രണ്ടുപേരേ ഉള്ളോ? അങ്ങോട്ട് പൊക്ക് എല്ലാം അങ്ങും. ഇഷ്ടം പോലെ. എന്നാലും എന്ത് സന്തോഷിച്ചായിരിക്കുന്നത്. അതന്നെ, അത് ഈ സമാധാനം ഉള്ളത് കൊണ്ടാണ്. സ്വന്തമായിട്ട് വീടില്ലാത്തവർ ഇതിനകത്തിരിപ്പുണ്ട് ഈ ഭൂമിയിലെ. കൊണ്ട് കൈപൊക്കിക്കേ. വാസുതാഹിതം പൊക്കുന്നു. അതെ, എന്നാലും എന്ത് സമാധാനത്തോടായിരിക്കുന്നേ. ദൈവത്തിന്റെ മഹത്വം. ശാരീരിക രോഗപീഠകൾ, പല രോഗങ്ങളുള്ളവർ വന്നിട്ടുണ്ട്. സീരിയസ് ആയതും അല്ലാത്തതും ഒക്കെ പല. ഒന്ന് കൈപൊക്കിക്കുക. രോഗികളായിട്ട് മുഴുവൻ. അതാ ചെല്ല് പൊക്കാത്തതോ അവർ പൊക്കട്ടെ, ഏതായാലും ഇനിയും പൊക്കിയിട്ടും വലിയ കാര്യം. അതുകൊണ്ട് പൊക്കാതിരിക്കുന്നത് എല്ലാത്തിനും ഉണ്ട്. എന്നാലും എന്ത് സമാധാനത്തോടായിരിക്കുന്നേ. ഇവിടെ ഇരിക്കുന്ന ഈ പാസ്റ്റർമാർ താണ്ടെ സാവുചാനും സഹിച്ചാനും ബിജു പാസ്റ്ററും ദൈവനാസനും സുജനും ഒക്കെ പ്രശ്നങ്ങളില്ലേ? മുഴുവൻ പ്രശ്നമാണ്. എന്നാലും ഞങ്ങൾ എന്ത് സന്തോഷത്തോടായിരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുക എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന്. പക്ഷെ എന്നെ കണ്ടാ പറയത്തില്ല, ഒന്നും പറയത്തില്ല. അത് പൗലോസ് പറഞ്ഞൊരു പദമുണ്ട്, ഒന്നുമില്ലേലും ഞങ്ങളെല്ലാം ഉള്ളവരെ പോലെ. ഞങ്ങൾ ഞെരുക്കത്തിൽ കൂടി പോകുന്ന അനേകരെ സമ്പന്നരാക്കുക. അതായി ശുശ്രൂഷയുടെ മകത. കാരണം അവൻ യേശു ക്രിസ്തു ഞങ്ങളുടെ സമാധാനം. ഈ സമാധാനം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ രണ്ട് വിധത്തിലുണ്ട്. രണ്ടല്ല, ഒത്തിരി ഉണ്ട്. രണ്ട് പറയാം. ഒന്ന്, വാക്യങ്ങൾ എടുപ്പിക്കുന്നില്ല, ദൈവത്തോട് സമാധാനം. അതിനാ അയ്യോ നമ്മൾ ദൈവത്തിന് ശത്രുക്കളായിരുന്നു ഒരിക്കൽ. ദൈവം നമുക്ക് ശത്രുക്കളല്ല, നമ്മളായിരുന്നു പുള്ളിയുടെ ശത്രു. സ്വോത്രകാഴ്ച എടുക്കാം. പുള്ളി ഇനി അതിന് മട്ടം വരികയായിരിക്കും, പറയാനായിരിക്കും. ഇല്ല, ഒക്കെ എടുക്കാം. ഞാനതെല്ലാം കണ്ടിരിക്കുക. അപ്പൊ എല്ലാരും കൊടുക്കണേ. അപ്പൊ ശ്രദ്ധിച്ചേ, ഒന്ന്, ഞാനും നിങ്ങളുമെല്ലാം ദൈവത്തിന് ശത്രുക്കളായിരുന്നു. ദൈവത്തോടും സ്വർഗത്തോടും ദൈവവചനത്തോടും എല്ലാം നമ്മൾ ശത്രുക്കളായി ജീവിച്ചു. എന്നാൽ ആ ശത്രുക്കളാകുന്ന നമ്മെ ദൈവത്തോട് സമാധാനപ്പെടുത്തിയ മാർഗമാണ് സുവിശേഷം. എങ്ങനെ സമാധാനമാക്കി? ഒരു ചിന്തകൻ പറഞ്ഞിരിക്കുന്നത്, കാൽവരി ക്രൂശിൽ യേശു മരിച്ചു, ഇരുമ്പാളുകളാൽ തറയ്ക്കപ്പെട്ട് യേശു തൂങ്ങപ്പെട്ട് കിടക്കുക. കർത്താവിന്റെ മകത്ത് രണ്ട്. അങ്ങനെ ഒരു ചിന്തകൻ പറഞ്ഞിരിക്കുന്നത്, മനുഷ്യവർഗം ദൈവത്തിന് ശത്രുക്കളായിരുന്നു. ആ ശത്രുവാകുന്ന എന്റെയും നിന്റെയും കയ്യിൽ യേശു പിടിച്ചു. എന്നിട്ടോ സർവജ്ഞനായ ദൈവത്തിന്റെ കരത്തിലും ഒരു കരം കൊണ്ട് പിടിച്ചു. അങ്ങനെ എന്നെയും നിങ്ങളെയും ശത്രുക്കളാകുന്ന നമ്മെ അവിടുത്തെ തൃക്കരം കൊണ്ട് പിടിച്ച് അവൻ ദൈവത്തോട് നിരപ്പാക്കി. സമാധാനം. ദൈവത്തോട് ഇപ്പൊ സമാധാനം. ദൈവത്തിന്റെ മഹത്വം. മാത്രമല്ല, വാക്യങ്ങൾ എടുത്ത് വായിപ്പിക്കുന്നില്ല. ദൂരസ്ഥർക്കും സമീപസ്ഥർക്കും സമാധാനം. ആരായി ദൂരസ്ഥരും സമീപസ്ഥരും? ഒറ്റവാക്യം പറയാനേ നേരമുള്ളൂ. ദൂരസ്ഥര് നമ്മളായിരുന്നു, സമീപസ്ഥര് യഹൂദന്മാരാ. അവർക്കൊരു അഹങ്കാരമുണ്ട്, ഞങ്ങളാണ് ദൈവത്തിന്റെ. നമ്മുടെ ഇടയിലും ഉണ്ട് ചില ആൾക്കാർ സ്തോത്രം പറയാൻ പോലും വലിയ ഗമണ്ട. പാസ്റ്ററെ പ്രൈസ് ലോർഡ്. നാളെ ഒരുത്തന് കൈ കൊടുത്തവൻ രണ്ടുപേരല്ലേ? വലിയ പുള്ളിയാ. രണ്ട് കയ്യില് മൂന്നില്ലാഞ്ഞിട്ടല്ല, മൂന്ന് പേരെ ഇടപ്പുണ്ട്. 3 × 2 = 5 ആണല്ലോ മൊത്തം. രണ്ടേ തന്നുള്ളൂ. വലിയ പുള്ളിയാ. സുജന് മനസ്സിലായി കാണും. പറയണ്ട. പുള്ളിയുടെ കക്ഷികൾ വല്ല ഇവിടെ ഉണ്ടെങ്കിൽ നമുക്ക് പോയി പറ്റുണ്ടായോ? എനിക്ക് വഴി തിട്ടമുണ്ട്, സുജന് വഴി തിട്ടമുണ്ടോ? എന്നാ വേണ്ട. ഞാൻ ചിലപ്പോ തൊണ്ടൻകുടിയിലോട്ട് ഓടി ആണ്ട് ശൈലമ്മ എവിടെ ഇരിപ്പുണ്ട്. ചിലപ്പോ കാഞ്ഞപ്പള്ളി ബെന്നിച്ചന്റെ വീട്ടോട് ഞാൻ പോകും. സുജൻ കറങ്ങും, പറയണ്ട. അപ്പൊ ശ്രദ്ധിച്ചേ, രണ്ടുപേരില്ല. വലിയ പുള്ളിയാ. രണ്ടുപേരില്ല. അത് എനിക്ക് അങ്ങ് സങ്കടം തോന്നി. അത് കഴിഞ്ഞപ്പോ വേറൊരു പുള്ളി എന്ന് കൊടുത്ത പുള്ളിക്ക് ഒരു പേരില്ല. അപ്പൊ എനിക്കൊരു ആശ്വാസം, എനിക്ക് 2 തന്നല്ലോ. വലിയ കാര്യം. എന്താ ഇത്? അയ്യോ, ഒന്ന് സംസാരിക്കാനോ ഒന്ന് മനസ്സില്ലെന്ന്. അങ്ങ് വലിയ ആത്മീയത്തിന്റെ ഉത്തുംഗ ശ്രേണി കയറി ഞാൻ അങ്ങതിന്റെ മകുടത്തിൽ ഇരിക്കുക എന്നുള്ള ചിന്തയാണ്. എടാ പോട്ടാ, ഏത് മനുഷ്യനും ഉറച്ചു നിന്നാൽ ഒരു ശ്വാസമാണ്. യഹൂദന്മാർക്ക് അങ്ങനെ ചില ചിന്തയുണ്ട്, ഞങ്ങൾ ദൈവത്തിന്റെ സ്വന്തമാണ്.
പക്ഷേ ദൈവമായിട്ടൊരു ബന്ധവുമില്ല. അങ്ങനെ അതാണ് സമീപസ്ഥര്. അവർക്ക് ചിന്തയുണ്ട് ഞങ്ങൾ ദൈവത്തിന്റെ അടുത്ത ആൾക്കാരാ. അവരെയും ദൂരസ്ഥര് നമ്മളെ രണ്ടുപേരെയും കൂടെ സമാധാനത്തിലാക്കിയ മാർഗമാണ് സുവിശേഷം. ദൈവത്തോട് സമാധാനം, തമ്മിൽ നമുക്ക് സമാധാനം മാത്രമാണോ നമ്മുടെ ഹൃദയത്തിലും സമാധാനം? അതെന്താ പറയാ? അത് പറഞ്ഞേച്ചു സ്വോത്രകാഴ്ച എടുക്കാം. യേശുവിന്റെ സമാധാനമാണ്. കർത്താവ് ഒരിക്കൽ പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം ഒന്നും കലങ്കരുതെന്ന് പറഞ്ഞേച്ചു വന്നിട്ട് പറയാ, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക്. അപ്പൊ ഇത് പറയുമ്പോൾ യേശു സമാധാനത്തോടാ പറയുന്നത്. ചിന്തിക്കണം. ഇത് പറഞ്ഞേച്ച് അടുത്തത് ഗതസമനിലോട്ട് പോവുക. കർത്താവിനറിയാം ഇത് കഴിഞ്ഞ് ഗദ്രോന്തോട്ട് കടക്കും, ഗതസമനെ ചൊല്ലും, വാളും വടിയും തീപട്ടിയും പന്തങ്ങളുമായി വന്ന് പിടികൂടും. അവിടെ മുതൽ ആക്ഷേപിച്ചും ഉപദ്രവിച്ചും പീഡിപ്പിച്ചും മുഖത്തെ രോമമെല്ലാം പിടിതെടുക്കും. മുൾക്കിരീടധാരിയായി പോകേണ്ടി വരും. അവൻ കുരിശുമരം ചുമക്കേണ്ടി വരും. ചാട്ടവാറന്റെ ഘോരമായ പ്രകരം കൊണ്ട് മുതുക് ഉടവജാല് പോലെ നീളത്തിൽ കീറപ്പെടും. കണ്ടാലെന്ന് തോന്നുമാറ് വിരൂപമാക്കപ്പെടും. അവൻ കോൽക്കോത്തായി കൊണ്ടുപോകും. രണ്ട് ദുഷ്പ്രവർത്തികളുടെ നടുവിൽ തറയ്ക്കും. ആളുകളാൽ തൂങ്ങപ്പെട്ട് കിടക്കും. അവൻ ഒടുവിൽ വിലാപ്പുറത്ത് കുത്തും. ഇതെല്ലാം കണ്ടപ്പോഴും കണ്ടോണ്ടിരിക്കുമ്പോൾ പറയുക, എന്റെ സമാധാനം. അതാ സമാധാനം. ഈ സമാധാനം സുവിശേഷത്താൽ മാത്രമേ ഉള്ളൂ. ഇന്ന് രാത്രി ആ സമാധാനം പ്രാപിക്കാത്ത ആരെങ്കിലും വന്നാൽ, സ്നേഹിത, സുഹൃത്ത്, പിതാവേ, മാതാവേ, ഒരു കാശും കൊടുക്കണ്ട, ഒരു സാധനവും കൊണ്ട് കൊടുക്കണ്ട. നിൽക്കുന്ന കിടത്ത്, കേൾക്കുന്ന കിടത്ത്, ഇരിക്കുന്ന കിടത്തിരുന്ന് ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി, എന്റെ ദൈവമേ, എന്റെ യേശുവേ, ഇന്ന് രാത്രി എന്നെ രക്ഷിക്കണം. ഇന്ന് രാത്രി നിന്നെ രക്ഷിക്കും. ബാക്കി സ്വോത്ര കാഴ്ച കഴിഞ്ഞ് പാടുന്നുണ്ടോ? പെട്ടെന്ന് പാടിക്കൂ. സ്വോത്ര കാഴ്ച ചുമതലപ്പെട്ടവര്. നമ്മുടെ ഈ അനുഗ്രഹീത യോഗം ഈ 3 ദിവസമായിട്ട് നടന്നു. നമുക്ക് ഹൃദയം തുറന്ന് മനസ്സോടെ ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കും.